हरे कृष्णा सर्वं कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा भवनगरेशन की जय, ഗുരുവായൂർ മഞ്ജരി സ്നേഹ ഹനുമച്ചരിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
40 കൃഷ്ണൻ പ്രഭു ശ്രീധരൻ പ്രഭുവിനോട് എന്നെ അന്വേഷണം അറിയിക്കണം കേട്ടോ. ജ്യോതി അരുൺ മാതാജി, ഞാൻ മഞ്ജുലീസിൻ്റെ വാട്സപ്പിൽ നിന്ന് ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നോക്കണേ. രമണൻ പ്രഭു, താങ്ക് യു നിത്യ മാതാജി. ഇവിടെ തകർത്ത പണിയിലാണ്, കാണിക്കാം. നിങ്ങൾക്കുള്ള ക്ഷമിക്കണം. ആയില്ലേ, വന്നില്ലേ? വൈഫൈ കണക്റ്റ് ആയോ? ഒരു മിനിറ്റ്, വൈഫൈ കണക്റ്റ് ആവോ? ആവോ? അത് ഇടയ്ക്ക് കേരളത്തിലെ മഴയുടെ പ്രശ്നം. കറണ്ട് പോയതുകൊണ്ട് അവിടെ കറണ്ട് പോയി. അപ്പോൾ ഇപ്പോൾ ജനറേറ്ററിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് കട്ടായി പോയതാണ്. ക്ഷമിക്കണം കേട്ടോ. ഇടയ്ക്ക് ഇനിയിപ്പോൾ വീണ്ടും കറണ്ട് വരുമ്പോൾ വീണ്ടും കട്ടാവും, അത് കാര്യമാക്കണ്ട. നിങ്ങൾക്കുള്ള ഇതൊക്കെ സഹസ്രനാമങ്ങൾ, രാമായണങ്ങൾ, അതൊക്കെ പാക്കിങ്ങിലാണ്. ഹരേ കൃഷ്ണ അമ്മേ. ഇതോ എല്ലാവർക്കും അഡ്രസ്സൊക്കെ നോക്കി ഓരോന്നും തരംതിരിച്ച് പക്കയായിട്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ? ഞങ്ങളുടെ കഞ്ഞിക്കൂട്ടൊക്കെ ഞങ്ങൾ പാക്കിങ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊക്കെ വിട്ടിട്ടുണ്ട്. നല്ല മഴയാണ്. ഞാൻ ശരിക്കും മഴയൊക്കെ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നിന്ന് ആസ്വദിക്കുന്നുണ്ട്. ഭഗവാന്റെ അടുത്ത് ഇത്രയും ദിവസങ്ങൾ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പോകുന്നതിന് മുൻപ് ഒന്ന് ഭജന ഇരിക്കണം. ഭജന ഇരിക്കുന്ന ദിവസം ഞാൻ പേജിലിടാം. നോക്കാം ലതാ മാതാജി, പേജിലിടാം. അന്ന് മഞ്ജരീസിലേക്ക് ആരും വിളിക്കണ്ട, കിട്ടില്ല. ഞാൻ ഗുരുവായൂർ ഭഗവാന്റെ അടുത്ത് കുറച്ച് ദിവസം, മോൻ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. അപ്പം ആ ഒരു ടെൻഷനൊക്കെ മാറി ഭഗവാന്റെ തൊട്ടടുത്ത് കുറച്ച് ദിവസങ്ങളിങ്ങനെ ജപവും പ്രാർത്ഥനയും, ശശിധരൻ പ്രഭു പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ഭഗവാന്റെ പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ. അതെ, വിഷ്ണു ഭയങ്കര ആക്റ്റീവായി. ഇത് നോർമലി കിട്ടുന്ന തന്നെയാണ് സൗന്ദര്യമമ്മേ, ആക്റ്റീവായി. പിന്നെ ബിന്ദു അമ്മയുടെ എന്താ പറയുക, ഒരു ലോകമാണല്ലോ ഗുരുവായൂർ. അവർക്കും ഒരു ചെറിയൊരു ചേഞ്ച്. എപ്പോഴും ചെന്നൈയിൽ നമ്മളിങ്ങനെ അവിടുത്തെ ചൂടും ഓട്ടവും ബിസി ഷെഡ്യൂൾ. അപ്പം ഇപ്പോൾ ഷൂട്ട് ഷെഡ്യൂൾ ബ്രേക്കാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ സ്ഥലങ്ങളിലേക്കൊന്നും ടൂറ് പോകുന്നതിനോടൊന്നും ഒരു താല്പര്യമില്ല. അപ്പം മാക്സിമം പോയാൽ ഇവിടെ തിരുപ്പതി ഒക്കെ. പിന്നെ അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിൽ പോകും, കുറച്ച് നേരം അവിടെ ഇരിക്കും, അവിടെ നിന്ന് തിരിച്ചു വരും. അങ്ങനെയൊക്കെ നോക്കാം. ജ്യോതി മാതാജി, ഞാനിവിടെ ഉണ്ട്, ഗുരുവായൂരുണ്ട്. വരൂ മാതാജി, വരൂ. എല്ലാവരും ഗുരുവായൂരപ്പനെ വന്ന് തൊഴുതോളും. ഭഗവാൻ ഇവിടെയുണ്ട്, ഭഗവാനെ കാണൂ, ഭഗവാന്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കൂ, വെറുതെ നടയിലൂടെ ഒന്ന് നടക്കൂ. ഒരു പ്രത്യേക മാധവത്തിലാണ് സ്റ്റേ. വേറൊന്നുമല്ല, ഇവിടെ നമുക്ക് ബുക്സ് പാക്കിങ്ങിനൊക്കെ ഇവിടെ കുറച്ച് സൗകര്യമുണ്ട്. നക്ഷത്രയിൽ സൗകര്യക്കുറവൊന്നുമില്ല, പക്ഷേ അതൊരു പ്രീമിയം ലോഡ്ജല്ലേ. അപ്പം അവിടേക്ക് ഞാൻ ഇതൊന്നും സ്റ്റോക്കൊന്നും ഇട്ടിട്ടില്ല. സ്റ്റോക്ക് ഇട്ടിരിക്കുന്ന മാധവത്തിലേക്കാണ്. അപ്പോൾ പിന്നെ ഇവിടുന്ന് എനിക്ക് പാക്ക് ചെയ്ത് വിടാൻ എളുപ്പമുള്ളത് കൊണ്ട് ഇങ്ങോട്ട് വന്നു. വരൂ ചന്ദ്രിക മാതാജി, ഞാനിവിടെ ഉണ്ട്. മാതാജി ഇന്നലെ വിളിച്ചിരുന്നു അല്ലേ? രാത്രിയിൽ ഞാനങ്ങ് നല്ല സ്ലീപ്പിങ്, ഡീപ്പ് സ്ലീപ്പായിരുന്നു. പിന്നെ നമ്മുടെ വിശ്വേട്ടൻ്റെ കണ്ണിൽ എന്താ പറയുക, ഇത് ചെയ്തില്ലേ, എന്താ പറയുക, നമ്മൾ വെൽഡിങ് ചെയ്യില്ലേ,
അപ്പോൾ ഇത് അതിൻ്റെ ഹെൽമെറ്റ് യൂസ് ചെയ്യാതെ 2 കണ്ണിലേക്കും തീപ്പൊരി പാറി ഫുള്ളായിട്ട് കണ്ണ് കാണാത്തൊരവസ്ഥയായിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ച് കണ്ണ് മുഴുവൻ ഒരു മൂടലായിപ്പോയി. ഹെവി എന്താ പറയുക ഇഞ്ചെക്ഷൻസൊക്കെ കൊടുത്തു. ആള് ഫുൾ ഡീപ്പ് സ്ലീപ്പിലായിപ്പോയി. ഇന്നലെ ഇന്നും ഒരു രക്ഷയില്ല. 2 ദിവസം ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ പാവം അങ്ങ് ഉറങ്ങിപ്പോയി. വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. പക്ഷെ ഇപ്പോൾ ക്ലിയറായി. ഇപ്പോൾ വൈകിട്ട് എഴുന്നേറ്റു. ഞങ്ങൾ ഇവിടെ മേളിൽ ഒരു കുക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഉള്ളി വെളുത്തുള്ളി ഇല്ലാത്തത് ഇവിടെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. ഒരു രക്ഷയില്ല. ആകെ നല്ല സ്ട്രോങ് സ്ലീപ്പായിപ്പോയി. ഇപ്പോൾ എഴുന്നേറ്റ് കുളിച്ചിട്ടുണ്ട്. കുളിച്ചൊന്ന് തല പൊങ്ങിയിട്ടുണ്ട്. ആ മരുന്നിൻ്റെ സഡേഷൻ ഒരു രക്ഷയുണ്ടല്ലോ. വിളിച്ചിട്ടൊന്നും ഒരു ബോധമില്ലാത്ത സഡേഷനായിപ്പോയി. ഇപ്പോൾ കുഴപ്പമില്ല. ഭാഗവതം വേണോ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടൂ. ഞാനിപ്പോൾ ഗുരുവായൂരുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ബുക്സോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ, കാരണം ഇവർ പാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഞാനൊരു 2-3 ദിവസം കൂടി ഇവിടെ കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് മാക്സിമം എല്ലാവരും ഒന്ന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് മെസ്സേജ് ഇട്ടാൽ എനിക്ക് ഇവിടുന്ന് അയക്കാൻ പറ്റും. ഇനി ഇതുപോലെ വന്ന് നിൽക്കുന്നത് അടുത്ത വർഷമായിരിക്കും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ഓടി ഭഗവാനെ വന്ന് ഒരു ദിവസം രാവിലെ എത്തി ഭഗവാനെ കണ്ട് അന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോകുന്ന യാത്രകളാണ്. അല്ലാതെ ഇതുപോലെ കുറച്ച് ദിവസം ഭഗവാന്റെ അടുത്ത് ഒരു 10 ദിവസമൊക്കെ വന്ന് നിൽക്കുന്നത് വർഷത്തിലൊരിക്കലായിരിക്കും. പിന്നെ ഉത്സവത്തിന് വന്നാൽ തന്നെയും പെട്ടെന്ന് ഉത്സവത്തിൻ്റെ തിരക്കിലായിരിക്കുമല്ലോ. ഒന്ന് സ്വസ്ഥമായിരുന്നു ഒന്ന് ജപിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഒരു സമയം കണ്ടെത്തിയതാണ്. ജപമാല അയക്കും. പിന്നെ ഇനിയിപ്പം കിച്ചു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പം തീർച്ചയായിട്ടും ജ്യോതി മാതാജി, കിച്ചു ഒരു ചെറിയ കുടുംബമൊക്കെ കാട്ടി തുടങ്ങി അവിടെ പൂജ ചെയ്യുന്ന ആൾ എന്നോട് വിളിച്ച് പറഞ്ഞു. എന്നാ വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ഗുരുവായൂർ ഭജന ഇരിക്കാന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചുവിന് ഹാരവും അയ്യോ രക്ഷയില്ല. ആ പിണക്കം മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അല്ലാത്ത പിണക്കം തന്നെയാണ്. ഭയങ്കര പിണക്കമാണ് കിച്ചുവിൻ്റെ പിണക്കം. ഭാഗവതം 2-3 ടൈപ്പ് ഉണ്ട് മാതാജി. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് പറഞ്ഞുതരാം. 9342494941 മഞ്ജരീസ് കോൺടാക്ട് നമ്പർ. പിന്നെ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ചേട്ടൻ നന്ദൂട്ടി ഇന്ന് സ്കൂളിലേക്ക് പോയി. സന്തോഷം. നന്ദൂട്ടി വൈകിട്ട് വിളിച്ച് അമ്മ തന്ന സ്നാക്സൊക്കെ ഞാൻ തിന്നണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാം, നീ നന്നായി പഠിക്കുക, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. ജപമാല വാങ്ങിക്കൊണ്ടുവരണ്ട, ജപമാല മഞ്ജരീസിലുണ്ട്, ഞാൻ അയച്ചു തരാം. മഞ്ജരീസിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടും കേട്ടോ. അപ്പം നന്ദുവിൻ്റെതെല്ലാം ഒരുവിധം സെറ്റാക്കി. ഇനി അമ്പാടിയുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ച് അവൻ്റെ ഓപ്പറേഷനുള്ള കിച്ചു ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തുണ്ടാവും. അമ്പാടിയുടെ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. ഒത്തിരി പേര് പൈസ അയച്ചിട്ടുണ്ട്. എല്ലാം ഞങ്ങളിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫൈനൽ എമൗണ്ട് ആവുന്ന സമയത്ത് നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സുനിലേട്ടൻ്റെ വീൽ ചെയറിനുള്ള പൈസയും പലരും അയച്ചു തുടങ്ങി. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും കൂടെ ഒരു പേരെടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഒരു കോള് വന്നതാണ്. ഞാനൊരു 2 ദിവസം കൂടെ മാക്സിമം, കാരണം എൻ്റെ ഷെഡ്യൂൾ ബ്രേക്കൊക്കെ കഴിയാറായി, ഇപ്പോൾ ഷൂട്ട് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൂടെ അതൊക്കെയാണ് വിശേഷങ്ങൾ, ഇപ്പോഴത്തെ വിശേഷങ്ങൾ. പോകുന്നതിൻ്റെ മുമ്പേ സുനിലേട്ടന് വീൽ ചെയർ വാങ്ങിക്കൊടുക്കണം, അതിൻ്റെ ലൈവ് ഇടണം, അദ്ദേഹത്തെ കാണണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ 2 ദിവസം എനിക്കൊരു ഇച്ചിരി വയ്യായിക ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ടൊക്കെ വലിയ പ്രശ്നമില്ല, എല്ലാം ക്ലിയറായി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഗുരുവായൂരാണ് അന്നദാനം കൊടുക്കുന്നത്. ഗുരുവായൂർ തൃപ്പയാർ ആ ഭാഗങ്ങളിൽ ഇന്നും നാളൊക്കെ ആയിട്ട് കൊടുക്കുകയാണ്. വല്ലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിലും കൊടുക്കണ്ടേ. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, ചൊല്ലാലോ അമ്മയെ നമുക്ക് ഏത് സമയത്തും വിളിക്കാം, അതൊന്നും കുഴപ്പമില്ല. രാമായണം മാത്രം നമ്മൾ ഒരു സമയം കഴിയുമ്പോൾ വായിക്കേണ്ട. തമിഴ് മാരാർ ചേട്ടൻ വന്നിരുന്നു അല്ലേ, സാറ് വന്നിരുന്നു, കാണാൻ പറ്റിയില്ല അങ്ങോട്ട്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എന്താണ് ഭക്തി വിൽക്കാനുള്ളതല്ല, മോക്ഷത്തിനുള്ളതാണ്. അല്ല, ഞങ്ങൾ കുറച്ച് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഭക്തി കുറേ ഇവിടെ ഉണ്ടായതുകൊണ്ടേ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുക. താങ്കൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഭക്തി ഇങ്ങനെ കൊട്ടയിൽ നിറച്ച് വെച്ചിരിക്കുക. ബാക്കിയെല്ലാം വിറ്റ് കഴിഞ്ഞ് ഇനി ഭക്തിയും കൂടെ വിൽക്കാനുള്ളൂ. അപ്പം ഭക്തി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയാത്ത താങ്കൾ എന്തിനാണ് ഈ വക വർത്താനത്തിനൊക്കെ വരുന്നത്? ആ നേരം കൊണ്ട് പോയിട്ട് രാമായണം വായിക്കും, അടുത്ത ജന്മെങ്കിലും ഇല്ലാതെ നോക്കാം. അപ്പം അങ്ങനെയൊക്കെ കൂടെ പോകുന്നു. അല്ല പിന്നെ എന്തോ പറയാൻ, ചുമ്മാ ഇരുന്നാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വരണം എന്നുള്ളതാണ്.
ഒന്നും തിരിച്ചു പറയണ്ടെന്ന് വിചാരിച്ചാലും പറയിപ്പിച്ചേ അടങ്ങും. വേറെ ജോലിയില്ല. ഇതിനൊക്കെ എങ്ങനെയാണോ ഇതിൻ്റെ ഭാര്യമാരെ എന്താ പറയുക സഹിക്കുന്നതെന്ന് ആലോചിക്കുന്നത്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് കയറിയിട്ട് കമൻ്റ് ഇട്ട് സ്റ്റാർ ആവാൻ നോക്കുകയാണ്. അതിൻ്റെ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അതൊക്കെ ഏത് ടൈപ്പാന്നുള്ളത്. ഇവിടെ പാവ അർജുൻ നമ്മുടെ സ്വന്തം നാട്ടുകാരൻ, അത് എവിടെ കിടക്കുന്നതെന്ന് അറിയാതെ അതിൻ്റെ കുടുംബം കഷ്ടപ്പെട്ട് കരഞ്ഞ് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടൊരു മാല ജപിച്ച് അറ്റ്ലീസ്റ്റ് എന്താ ഏതാന്നറിയാത്ത മുൾമുനയിൽ നിൽക്കണം ഓരോ മലയാളി ഹൃദയങ്ങളും, ലോകം മുഴുവൻ. അപ്പോഴാണ് മറ്റേ എന്താ പറയുക അഭിപ്രായവും കൊണ്ട് വന്നിരിക്കുന്നത്. ഇതുപോലെ അഭിപ്രായം പറഞ്ഞവരൊക്കെ കുറേ ഉണ്ടായിരുന്നു. അല്ല പിന്നെ അവരെ പോലെയുള്ളവർക്ക് എന്താ പ്രശ്നം എന്നറിയോ, നമ്മളെ നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുക. അങ്ങനെയൊന്നും മഞ്ചരീസിൽ നടക്കൂല ചേട്ടാ. ഇത് മഞ്ചരീസാണ്, വേറെ പ്രസ്ഥാനങ്ങളല്ല. മനസ്സിലായില്ലേ? ഇത് മഞ്ചരീസാണ്. ചേട്ടൻ വിചാരിച്ചാലൊന്നും തകർക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് അല്ല ഇവിടെ ഉള്ളത്. ഞങ്ങളുടെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സാക്ഷാൽ കിച്ചൂട്ടനാണ്. കിച്ചൂട്ടൻ വന്നാൽ ചിലപ്പോൾ ഞങ്ങൾ തലകുനിക്കും, ചിലപ്പോൾ നല്ല കിച്ചൂട്ടന് മുമ്പിൽ തലകുനിക്കും. പക്ഷേ താങ്കളെ പോലെയുള്ള ഒരാളൊന്നും വന്നു കഴിഞ്ഞാലൊന്നും ഇവിടെ അടുക്കില്ല കേട്ടോ. അതുകൊണ്ട് ഭക്തി കൊട്ടയിൽ വെച്ചിട്ടുണ്ട്, ലേലം പറഞ്ഞ് വിറ്റെടുത്തോണ്ട് പോകും. പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നാളെയും നമുക്ക് 108 അന്നദാനം ഉണ്ട് കേട്ടോ. നാളെ ഞാൻ തൃപ്രയാർ ഭാഗത്തേക്ക് അന്നദാനം കൊടുക്കാൻ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നു. അപ്പം നാളെയും അന്നദാനമുണ്ട് 108 എണ്ണം. നല്ല മഴ കേരളത്തിൽ, നല്ല സുഖമുണ്ട് ഉറങ്ങാൻ സത്യം പറഞ്ഞാൽ. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും എത്തിയില്ലേ? 81 പേരായില്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹനുമച്ചരിതം സാർ അവിടെ ഇരുന്ന് വലിയ എന്താ പറയുക ഭയങ്കര വലിയ സംഭവമായിരിക്കുന്ന മെസ്സേജും കൊണ്ടായിരിക്കും ഇപ്പോൾ ടൈപ്പ് ചെയ്ത് വരാൻ പോകുന്നത്. അതായിരിക്കും ഇനി അടുത്ത പരിപാടി. വരട്ടെ, റിപ്ലൈ ഒന്നും കൊടുക്കണ്ട, അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കാൻ പിടിച്ചിട്ട്. അമ്മയുടെ കുഞ്ഞിനെ എത്തിപ്പോയെന്നാലും നീ എങ്ങും പോയില്ലല്ലോ, ഇതായിരിക്കുന്നു. 91 ആയല്ലേ? മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നുന്നു എനിക്ക്. ട്രിവാൻഡ്രം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ ട്രിവാൻഡ്രം എത്തും പ്രഭു. കാരണം വെച്ചാൽ എനിക്ക് സുനിലേട്ടന് ഇത് കൊടുക്കാനുണ്ട്, ചെയർ കൊടുക്കാനുണ്ട്. സാധിച്ചാൽ അങ്ങ് വരും, നമുക്ക് ഒരുമിച്ച് പോയി കൊടുക്കാം. ട്രിവാൻഡ്രത്തിലുള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരും. അങ്ങനെയുള്ള ചാരിറ്റിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങളും കൂടെ വരും. നമുക്കൊരു സന്തോഷമല്ലേ എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാം. ഒരു വ്യക്തിയുടേതല്ലല്ലോ ഗുരുവായൂർ മഞ്ജരീസ്, നമ്മളുടെ എല്ലാവരുടെയും അല്ലേ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇന്ന് ഓമനാമ്മയുടെ പിറന്നാളാണ്. സോറി, എനിക്ക് മെസ്സേജ് പെട്ടെന്ന് നോക്കാൻ പറ്റിയില്ല. ഓമന നായർ എൻ്റെ ഒരു സന്തോഷമുള്ള. തീർച്ചയായിട്ടും രമണൻ പ്രഭു ഞാനുണ്ട്. എനിക്ക് അടുത്ത ഹെൽപ്പ് രമണൻ പ്രഭുവിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് സുനിലേട്ടൻ്റെയും അമ്പാടിയുടെ ഞാനൊന്ന് ഒതുക്കിക്കൊണ്ട് വരുന്നു. അടുത്തത് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ രമണൻ പ്രഭു ഉണ്ട്. ഇനി ഒരാളുണ്ട്, അദ്ദേഹം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാവം ആ മനുഷ്യനും കൂടി, ഇവർക്ക് 2 പേർക്കും കൂടി എന്തെങ്കിലും എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് 2 പേരും കടന്നു പോകുന്നത്. രമണൻ പ്രഭുവിൻ്റെ ഒരു കുഞ്ഞിൻ്റെ കണ്ണിന് പോലും കാഴ്ചശക്തിയില്ല. അതൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഞാൻ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഇവർക്ക് വേണ്ടി ഞാൻ എങ്ങനെ ചെയ്യും. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ പോവുകയാണ്. എങ്ങനെ എത്രയും പെട്ടെന്ന് ഇവർക്കൊക്കെ എന്തെങ്കിലും ഒന്ന് പെട്ടെന്നൊക്കെ ചെയ്തു കൊടുക്കണം നമ്മളാൽ കഴിയുന്നത് എന്നുള്ളത്. ഇല്ല, ഞാനെങ്ങും പോവില്ല. എവിടെ പോയാലും എന്നെ അന്വേഷിക്കുകയാണെങ്കിൽ നടക്കൽ അന്വേഷിച്ചാൽ മതി. അവിടെ എത്താവും. ഇവിടെ വിട്ടാൽ ഞാൻ നടക്കലുണ്ടാവും, വേറെ എവിടെയും പോവില്ല, വേറെ എങ്ങോട്ടും പോവില്ല. അതെ, ഇവിടെ തന്നെ ഉണ്ടാവും. ഇല്ലേ നടക്കൽ, വേറെ എവിടെയും പോവില്ല. ലീലാമണി മാതാജിയുടെ മോൻ്റെ പിറന്നാളാണ്. ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ലീലാമണി മാതാജിയുടെ മോന് സർവ്വ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ഓമനക്കുട്ടന്, ഓമന നായർ, സെപ്റ്റംബർ 2 തിരിച്ചു പോവാണ് US. ഓമനക്കുട്ടൻ വന്നപ്പോൾ എനിക്കൊരു ബാഗ്, പിന്നെ സ്വീറ്റ്സ്, ട്രൈപോഡ്, സഞ്ജുട്ടന് കുറേ സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ട് ഒരുപാട് സന്തോഷം. അമ്മയുടെ നിറഞ്ഞ സ്നേഹത്തിന് മുമ്പിൽ ഒത്തിരി സന്തോഷം അമ്മ. മിഠായി ഞാൻ ദിവ്യയുടെ മക്കൾക്ക് കൊടുത്തു. കാരണം മിഠായി ഇപ്പോൾ സഞ്ജു കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കുറച്ച് മിഠായി അവർ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു 3 പേരും കൂടി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഓമനക്കുട്ടന് ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. ഒരുപാട് വേദനകൾ സഹിച്ചൊരു വ്യക്തിയാണ്. അമ്മയും മകനും ഭർത്താവും എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും കൃഷ്ണ എന്നൊരു നാമത്തിൽ പിടിച്ചു നിന്ന ഒരാളാണ് നമ്മുടെ ഓമനക്കുട്ടൻ. അപ്പോൾ ഓമനക്കുട്ടൻ്റെ ജീവിതത്തിന് ഒത്തിരി ഭക്തിയും സ്നേഹവും എല്ലാം ഉണ്ടാവട്ടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ അമ്മ ജയന്തി അമ്മയുടെ പിറന്നാളായിരുന്നു. അമ്മയ്ക്കും എനിക്ക് അച്ഛൻ്റെയും പിറന്നാളായിരുന്നു. 2 ദിവസം തലേന്നും പിറ്റേന്നുമായിട്ട്. എനിക്ക് അവരെ ഒന്ന് പേഴ്സണലി വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ല, ഇതുപോലെയുള്ള കുറേ ഓട്ടങ്ങൾക്കിടയിൽ. പക്ഷെ അവർ പിണക്കൊന്നുമില്ല, അവർക്ക് എന്നെ അറിയാം ഞാൻ എത്രത്തോളം ഓടുന്നു എന്നുള്ളത്.
ഒരിക്കൽ കൂടി അവർക്ക് രണ്ടുപേർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും എല്ലാം ഭഗവാൻ നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ ഭഗവാൻ എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിന് എന്നും നല്ല സമാധാനവും ഐശ്വര്യവും എല്ലാം ലഭിക്കണം. പിന്നെ ബേബി അമ്മയുടെ വീട്, ബേബി അമ്മയുടെ മകളുടെ ജോലി എല്ലാം എൻ്റെ തലയിൽ ഇങ്ങനെയുണ്ട്. എല്ലാം ഓരോന്നോരോന്ന് ഇങ്ങനെ റെഡിയായിക്കൊണ്ട് പോവാണ്. എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും അശ്വതി മാതാജി പ്രാർത്ഥിക്കും. മോൻ്റെ പേര് നാളെ വാട്സപ്പ് ചെയ്യും. കിച്ചു അവിടെയാണെങ്കിലും എൻ്റെ പ്രാർത്ഥനകൾ ഇവിടെ നിന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തുടർച്ചയായി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഹനുമാനും നാരദനും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഹനുമചരിതം കർക്കിടക മാസത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് മോഹനേട്ടൻ്റെ പിറന്നാളാണ്, ഉത്രട്ടാതി നക്ഷത്രം. സൂപ്പർ. എനിക്ക് മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് ഹനുമാനും നാരദനും എന്നുള്ളൊരു ചാപ്റ്റർ കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും എല്ലായിടത്തും കേൾക്കുന്നത് എന്താണ്? രാമായണമാണ്. രാമായണം മുട്ടിയിട്ട് ഓൺലൈനിൽ നടക്കാൻ പറ്റുന്നില്ല, FBയിലൊന്നും. എല്ലായിടത്തും രാമായണം കേൾക്കാൻ നല്ലതാണ്, കേൾക്കുന്തോറും നല്ലതാണ്. അപ്പം രാമൻ്റെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ ഹനുമാൻ സ്വാമി. ഇപ്പം ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമി ആരാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞാൽ ഒരു സന്തോഷം അല്ലേ. കഴിഞ്ഞ ദിവസം ഞാൻ ആഞ്ജനേയ സ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പോയിരുന്നു, ആലത്തിയൂർ ഹനുമാൻ സ്വാമി. അപ്പം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അപ്പം നടക്കലങ്ങ് ചെന്നപ്പോഴത്തേക്കും അവിടെ കണ്ടത് ശ്രീരാമസ്വാമി ആയിരുന്നു. അപ്പം ഞാനങ്ങ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അയ്യോ ആഞ്ജനേയ സ്വാമി രാമ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രാർത്ഥിച്ച്. ഞാൻ കരുതി ഇതാണ് ആഞ്ജനേയ സ്വാമി എന്ന്. സൈഡിൽ ശ്രീരാമൻ എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചില്ല. കണ്ടപ്പോൾ ഒരു ആവേശത്തിനങ്ങ് നടക്കിലങ്ങ് കയറി അങ്ങോട്ട് തുടങ്ങി. അപ്പോഴാണ് ദിവ്യമാതാജി പറയുന്നത്, അമ്മു ഇത് ശ്രീരാമസ്വാമിയാണ് കേട്ടോ. കാരണം ഞാൻ ആഞ്ജനേയ സ്വാമിയുടെ മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ദിവ്യ തോണ്ടിയിട്ട് പറഞ്ഞു, അല്ല ഇത് ശ്രീരാമസ്വാമിയാണ്, ആഞ്ജനേയ സ്വാമി ഇപ്പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി ഇപ്പുറത്തെത്തി. പിന്നെ മനസ്സിലാകയോ ഞാനത് എനിക്ക് എന്ത് പറ്റി എന്നുള്ളൊരു തോന്നലായിപ്പോയി. അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം സ്വാമി, ഞാൻ ശ്രീരാമസ്വാമി അങ്ങാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുകയാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ട്, അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ സ്വാമിയും ഞാനും ഒരിക്കലും മാറി നിൽക്കുന്നില്ല എന്നിങ്ങനെ ആ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ. അപ്പോൾ ശരി, എനിക്ക് ഒരുപാട് സന്തോഷമായി. എന്തായാലും രണ്ടുപേരെയും പ്രാർത്ഥിച്ച് രണ്ടുപേരും ചിരിച്ചു കാണും സത്യത്തിൽ. ഈ പെണ്ണിന് എന്ത് പറ്റിയെന്ന് ആലോചിച്ചിട്ട്. പിന്നെ ലക്ഷ്മണസ്വാമിയൊക്കെ ഉണ്ട്. നല്ല ക്ഷേത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആലത്തിയൂർ ഹനുമാൻ സ്വാമി ക്ഷേത്രം തിരൂര് ഭാഗത്താണ്. ആലത്തിയൂർ മലപ്പുറം ജില്ലയിലെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ടും അവിടെ ഒരു 20 മിനിറ്റ് നിന്ന് ഹൃദയം തുറന്ന് ഞാൻ ആഞ്ജനേയ സ്വാമിയോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ മഞ്ജരീസ് കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, ജോലിയില്ലാത്തവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരുണ്ട്, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർ ഓരോരുത്തരും മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടുമ്പോൾ തന്നെ സ്വാമി അത് കേൾക്കണം, അവർക്ക് അതിനുള്ളൊരു വഴി കാണിച്ചു കൊടുക്കണം, അവരെ രക്ഷപ്പെടുത്തണം. ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ വേദനാജനകമായിരിക്കുന്ന ഒരു ഓഡിയോ കേൾക്കാനുള്ള അവസരം ഇല്ലാത്ത രീതിയിൽ എൻ്റെ കുടുംബത്തെ കാത്തോളണമെന്ന് ഞാൻ ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഭഗവാൻ നിങ്ങൾക്ക് അനുഗ്രഹം തരും. ജയലളിത വന്നിരുന്ന ക്ഷേത്രം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് ജയലളിത അമ്മ. ഒരു രക്ഷയില്ല. എൻ്റെ ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലേഡിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഹനുമാനും നാരദനും, ശ്രീ പരമേശ്വരനിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മഹാദേവൻ കാട്ടാളനായി വന്നിട്ടാണ് ഹനുമാൻ സ്വാമിക്ക് ആയുധ മുറകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഗുരുവിനെ അന്വേഷിച്ചിട്ടാണ് വീരകേസരി ഇങ്ങനെ നടന്നിരുന്നത്. അപ്പോൾ അമ്മയും നടന്നിരുന്ന സമയത്ത്, അഞ്ജനയും നടന്ന സമയത്താണ് നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ ഗുരുവായിട്ട് ആര് വരുന്നത്? മഹാദേവൻ വരുന്നത്. അങ്ങനെ മഹാദേവനിൽ നിന്ന് ആയോധന വിദ്യകളെല്ലാം തന്നെ പഠിച്ചെടുക്കണ ആര്? നമ്മുടെ ആഞ്ജനേയ സ്വാമി. ഹനുമാൻ എന്ന് പറയുന്ന പേര് വന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ. പഠിക്കാത്തവരുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കാണാം. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണേ. സൗണ്ട് കുറച്ച്, ലൈവിൻ്റെ സൗണ്ട് കുറച്ച്. തത്വജ്ഞാനബോധവും മന്ത്ര തന്ത്ര പ്രയോഗങ്ങളും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തത്വജ്ഞാനബോധം 3 കാര്യങ്ങളാണ്. മന്ത്ര തന്ത്ര പ്രയോഗങ്ങൾ, മന്ത്രവും തന്ത്രവും പ്രയോഗങ്ങൾ, ഇതെല്ലാം എന്താണ്? യഥാവിധി പഠിക്കുകയാണ് ആര്? നമ്മുടെ ഹനുമാൻ സ്വാമി. വായുദേവന്റെ ശിക്ഷണത്തിൽ അനേകമായിരിക്കുന്ന യോജന ദൂരം, കിലോമീറ്റർ ഒന്നല്ല കേട്ടോ, വായുദേവന്റെ ശിക്ഷണത്തിൽ ഒരുപാട് ദൂരം ചാടാനും അതുപോലെ പറവകളെ പോലെ പക്ഷികളെ പോലെ ആകാശത്തിൽ പറന്നു നടക്കാനും
ആ പറന്നു നടക്കുന്ന സമയത്തും ചാടുന്ന സമയത്തും ഒക്കെ വഴിയിൽ വരുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധനങ്ങൾ, ആ പ്രതിബന്ധനങ്ങളെ എല്ലാം തന്ത്രപരമായിട്ട് ഒഴിവാക്കാനൊക്കെയുള്ള അത്ഭുത വിദ്യകളൊക്കെ ആരഭ്യസിക്കുന്നു വായുദേവനിൽ നിന്ന്? നമ്മുടെ ഹനുമാൻ സ്വാമി. പിന്നെയോ വായുദേവൻ ഒരു മണിവീണ ഇങ്ങനെ മീട്ടിയിട്ട് എന്താ പറയുക സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മണിവീണ സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹനുമാൻ സ്വാമിക്ക് വായുദേവൻ. അപ്പം ആ മണിവീണ ഇങ്ങനെ വീട്ടി 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 എന്താണ് ബാലഹനുമാൻ നമ്മുടെ ത്രിസന്ധ്യാവേളകളിൽ ഈ ഒരു സന്ധ്യാനേരത്ത് ഈശ്വര സ്തുതികളെല്ലാം ആലപിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി ഭഗവാനെ ഇങ്ങനെ സ്തുതിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അരുവിയിൽ എന്താ പറയുക കുളിച്ചുകൊണ്ടിരുന്ന ഹനുമാൻ സ്വാമി നമ്മുടെ പക്ഷികളുടെ ഒക്കെ നല്ല മധുരമായിരിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ട് സന്തോഷത്തോടെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. ആഹാ, എന്തൊരു മാധുര്യം! അത്ഭുതകരമായിരിക്കുന്ന ഈ ശബ്ദം ഞാൻ ആലപിക്കുന്ന പാട്ടുകൾക്കൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരിക്കും, അത്രയും മനോഹരമായിരിക്കില്ലേ എൻ്റെ പാട്ടുകൾക്കും ഇതുപോലെയുള്ള മാധുര്യം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ബാലഹനുമാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യാക്ഷരാദി മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട്, അതായത് ആദ്യാക്ഷരം നമ്മുടെ ശ്രീ വാണീദേവിയെ അപ്പം പറയാണ്, ആദ്യാക്ഷരാദി മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടിട്ട് ശ്രീ വാണീദേവിയെ നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദേവി പ്രത്യക്ഷപ്പെട്ട് നിനക്ക് സംഗീതജ്ഞാന ബോധം അരുളുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ആദ്യാക്ഷരാദി മന്ത്രങ്ങൾ ഉരുവിട്ടിട്ട് ശ്രീ വാണീദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവി അതിനുള്ള അനുഗ്രഹം നൽകുമെന്ന് ആര് പറഞ്ഞു? മഹാദേവൻ പറഞ്ഞതായിട്ട് ഹനുമാൻ സ്വാമി പെട്ടെന്നോർത്തു. അപ്പോൾ കാട്ടരുവിയിലാണല്ലോ കുളിക്കുന്നത്, അവിടെ മുങ്ങി പൊങ്ങുകയാണ്, കുളിക്കുകയാണ് കേട്ടോ. അപ്പം മുങ്ങിയിട്ടൊന്ന് പൊങ്ങിയ ഹനുമാൻ സ്വാമി കൈകൾ രണ്ടും കൂപ്പി നിന്ന് കണ്ണുകൾ അടച്ച് ഭക്തിയോടുകൂടി വിദ്യാധരീ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് വിശ്വേശ്വരിയായിരിക്കുന്ന ശ്രീ വിദ്യാ സരസ്വതി ദേവിയെ ധ്യാനിച്ചുകൊണ്ട് നിന്നു. പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് നല്ല ഏകാഗ്ര ചിത്തമായിരിക്കുന്ന ഒരു രീതിയിൽ വായുപുത്രൻ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണ്. ശ്രീ വാണീദേവിയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ബാലഹനുമാന്റെ ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഏകാഗ്രതയ്ക്ക് ഒരു തടസ്സം വരാതിരിക്കാൻ വേണ്ടി കാട്ടരുവിയും ആ പരിസരമായിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള കാറ്റുകൊണ്ട് ഇങ്ങനെ ഇലയൊക്കെ ഇളകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ടും ആ കാട്ടരുവിയും പക്ഷി മൃഗാദികളും എല്ലാവരും നിശ്ചലമായി നിൽക്കുകയാണ്. ഒരു അനക്കവും ഇല്ല, ഏകാഗ്രതയ്ക്ക് ഒരു കോട്ടം തട്ടാതിരിക്കാൻ വേണ്ടി. കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ്, ഒത്തിരി മണിക്കൂറുകൾ കഴിഞ്ഞു. 1, 2, 3, 4, 10, 20, 25 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പോഴൊന്നും ഏകാഗ്രതയോടുകൂടിയിരിക്കുന്ന ബാലഹനുമാൻ അനങ്ങാതെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ ചുണ്ടുകൾ ഒരു തരത്തിലും വിശ്രമിക്കുന്നില്ല, വാണീദേവിയെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 3.25 നാഴിക നേരം കഴിഞ്ഞപ്പോൾ വാണീദേവിയെ ആരാധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയം പോയതൊന്നും നമ്മുടെ ഹനുമാൻ സ്വാമി അറിയുന്നില്ല. അപ്പോൾ കനകച്ചിലങ്കകൾ മണിനാഥമുതിർത്തുകൊണ്ട് നവരത്ന കങ്കണങ്ങൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മണിവീണാനാഥതരംഗങ്ങൾ പ്രകൃതി മനോഹരി അങ്ങ് കോരിത്തരിപ്പിക്കുകയാണ്. പുത്ര ആഞ്ജനേയ, മറ്റൊരു മണിവീണാനാദം പോലെയാണ് ശ്രീ സരസ്വതീ ദേവി ഹനുമാൻ സ്വാമിയെ ആ തപസ്സിൽ നിന്നും ഉണർത്തുന്നത്. മോനെ ആഞ്ജനേയ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഹനുമാൻ സ്വാമി കണ്ണുകൾ തുറന്നു. ശുഭ്രതയുടെ പര്യായമായി വിളങ്ങുകയാണ്. അതായത് വെളിച്ചം, നല്ല വെള്ളി വെളിച്ചം പോലെ ഇങ്ങനെ നമ്മുടെ സരസ്വതീ ദേവി ജ്ഞാനസ്വരൂപിണി അകവും പുറം ഒരുപോലെ നിറഞ്ഞരുളി മനോഹരമായി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ നിൽക്കുകയാണ്. വീണാധാരിണിയായിരിക്കുന്ന വിദ്യാമാതാവ് സരസ്വതീ ദേവി. അച്ഛനമ്മമാർ സരസ്വതീ ദേവിയുടെ സഹസ്രനാമം ജപിക്കുകയാണെങ്കിൽ മക്കൾക്ക് വിദ്യ ഉണ്ടാവും. അതറിയാമോ നിങ്ങൾക്ക്?
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ജപിപ്പിച്ചാൽ അത് അതിലേറെ ശ്രേയസ്കരമാണ്. സരസ്വതി ദേവിയുടെ സഹസ്രനാമം തന്നെയുണ്ട്, അറിയാമോ? ഞാൻ കാണിച്ചു തരാം. ഒരു ബുക്ക് തന്ന്. ഞാൻ എന്നും സഞ്ജുവിനെ കൊണ്ട് ജപിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്രാവശ്യം പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ് സരസ്വതി ദേവിയുടെ സഹസ്രനാമ പുസ്തകം. വളരെ എളുപ്പമാണ്, നല്ല വലിയ അക്ഷരമാണ്. ഇതൊക്കെ വാങ്ങി കയ്യിൽ വെക്കണം. കുറേ അതും ഇതൊന്നും വാങ്ങി കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. സഹസ്രനാമങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സഹസ്രനാമങ്ങൾ 13 എണ്ണമുണ്ട്. ഈ 13 സഹസ്രനാമങ്ങളും നമ്മൾ കയ്യിൽ വെക്കണം. ഇത് നമ്മൾ ജപിക്കണം. സരസ്വതി സഹസ്രനാമ സ്തോത്രം എന്ന് പറഞ്ഞാൽ ശ്രീ നാരദ ഉവാച ഭഗവൻ പരമേശാന സർവലോകൈക നായക കഥം സരസ്വതി സാക്ഷാത് പ്രസന്ന പരമേഷ്ഠിന കഥം ദേവ്യാ മഹാവാണ്യാ സതതത്രാഭാ സുദർലഭം ഏതന്മേ വദത്തത്വേന മഹായോഗീശ്വര പ്രഭോ. ഇങ്ങനെ പോവും സരസ്വതി ദേവിയുടെ സഹസ്രനാമം. വളരെ എളുപ്പമാണ്, വലിയ അക്ഷരമാണ്, കണ്ടില്ലേ? ആർക്കും നോക്കി വായിക്കാം, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാം. ഇനി അതല്ലെങ്കിൽ സരസ്വതി അഷ്ടോത്തര ശതനാമ സ്തോത്രമുണ്ട്, അതായാലും കുട്ടികളെ കൊണ്ട് ജപിപ്പിക്കാം. വളരെ 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 എളുപ്പമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ അച്ഛനമ്മമാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ജപിക്കുക. ഭയങ്കര വിദ്യയിൽ ഒരുപാട് ഉയർച്ചയിലെത്തും. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ചെയ്യൂ കേട്ടോ. ആർക്കെങ്കിലും ആ പുസ്തകം ഇല്ലെങ്കിൽ എനിക്ക് മഞ്ജരീസിൽ മെസ്സേജ് ഇടും, ഞാൻ അയച്ചുതരാം. അപ്പോൾ ആ വിദ്യാമാതാവ് ശുഭ്രവസ്ത്രധാരിയായി നല്ല വെളുവെളാന്നിരിക്കുന്ന വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് വശ്യമായിരിക്കുന്ന പുഞ്ചിരി തൂകിക്കൊണ്ട് എന്താണ് സരസ്വതി ദേവി അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ആ ഒരു സരസ്വതി ദേവിയുടെ നിൽപ്പ് കണ്ടപ്പോഴേക്കും നമ്മുടെ ആഞ്ജനേയ സ്വാമി അങ്ങ് വല്ലാണ്ട് അങ്ങ് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പം പരിപൂർണ ദർശനം സിദ്ധിച്ച് പരമാനന്ദ നിർവൃതി പൂണ്ട ആ ബാലഹനുമാൻ സരസ്വതി ദേവിയുടെ മുമ്പിൽ കൈകൾ കൂപ്പി പരിശുദ്ധിയുടെ പ്രതീകമായിരിക്കുന്ന വിദ്യാദേവിയെ വന്ദിച്ചു എന്നാണ് പറയുന്നത്. അമ്മേ ദേവി, അപ്പോ ആ സരസ്വതി ദേവിയെ ഹനുമാൻ സ്വാമി എന്താ ചെയ്യുന്നത്? അമ്മേ ദേവി മധുവാണി സരസ്വതി വിദ്യാധരി. ആഞ്ജനേയ സ്വാമി വാണി ദേവി അങ്ങ് സ്തുതിക്കുകയാണ്. ബാലഹനുമാന്റെ ആ പരമോന്നതമായിരിക്കുന്ന ഭക്തിയിൽ സംപ്രീതനായിരിക്കുന്ന സരസ്വതി ദേവി ചോദിച്ചു, ദേവി അജ്ഞാനിയായ അടിയന്, അതായത് അറിവില്ലാത്ത അടിയന് ജ്ഞാനവും ബോധവും സംഗീതജ്ഞാനവും നൽകിയിട്ട് അനുഗ്രഹിക്കണേ. ഭഗവത് നാമ സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ആത്മനിർവൃതി അനുഭവിക്കാനുള്ള സൗഭാഗ്യം എനിക്ക് നൽകിയാലും ദേവി പരമേശ്വരി എന്നങ്ങ് ബാലഹനുമാൻ ചോദിക്കുകയാണ് ദേവിയോട്. വിനയത്തോടു കൂടിയുള്ള ആ വായുപുത്രന്റെ ആഞ്ജനേയ സ്വാമിയുടെ അപേക്ഷ വാണി ദേവിയെ അങ്ങ് പ്രസാദിപ്പിക്കുകയാണ്. തൃക്കര പൊൻതാമര മലരുയർത്തിക്കൊണ്ട് തൃക്കരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പറയുന്നത്. ദേവി ബാലഹനുമാനെ അനുഗ്രഹിച്ചു. അഞ്ജനാ തനയൻ എന്ന് പറയുമ്പം അഞ്ജനയുടെ മകന്റെ ശിരസിന് ചുറ്റിയും തലയ്ക്ക് ചുറ്റിലും ഒരു പ്രകാശ വലയം അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഹനുമാൻ സ്വാമിയുടെ കരങ്ങളിൽ മണിവീണ അങ്ങ് പ്രശോഭിക്കുകയാണ്. ആ ഒരു അനുഗ്രഹം കിട്ടിയപ്പം അമ്മേ സരസ്വതി വിദ്യാദേവി വാണി ഭഗവതി നമസ്തേ നമോസ്തുതേ എന്ന് അങ്ങ് ഹനുമാൻ സ്വാമി തിരിച്ചു പറഞ്ഞു. സന്തോഷം കൊണ്ട് നമ്മുടെ ഹനുമാൻ സ്വാമി ദേവിയെ അങ്ങ് സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പാടൂ പുത്ര, വീണാ തന്ത്രികളിൽ വിരലുകൾ ഓടിച്ച് മധുര സംഗീതമാലകൾ നീ ആലപിക്കൂ, നിന്നെ നാം അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ദേവി പറഞ്ഞു. മണിവീണയുമായിട്ട് കാട്ടരുവിയിൽ തന്നെ നിന്നുകൊണ്ട് ഹനുമാൻ സ്വാമി സന്തോഷത്തോടുകൂടി അരുവിയിൽ നിന്ന് അങ്ങ് കയറി നല്ല ഭംഗിയുള്ള മധുരമായിരിക്കുന്ന കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. അവൻ്റെ വിരലുകൾ, ഹനുമാൻ സ്വാമിയുടെ വിരലുകൾ വീണാ തന്ത്രികളിൽ പാറി 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 നല്ല മനോഹരമായിരിക്കുന്ന ഗീതങ്ങളങ്ങ് എന്താ പറയുക ഉണരാൻ തുടങ്ങി. നാദധാര ലഹരിയിൽ, ആ ഒരു ഹനുമാൻ സ്വാമിയുടെ നാദത്തിൻ്റെ ലഹരിയിൽ
പ്രകൃതി പോലും അങ്ങ് കുളിരുകൊണ്ട് നിൽക്കുകയാണ്. കാട്ടരുവിയുടെ ചുറ്റും വന്യമൃഗങ്ങൾ വന്നിട്ട് കീർത്തനങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങി. ചെവികളും കൂർപ്പിച്ച് പിടിച്ച് ജലപാനം ചെയ്യുവാൻ പോലും മറന്ന് പക്ഷി മൃഗാദികളെല്ലാം കീർത്തനം കേട്ട് നിൽക്കുകയാണ്. മാൻപേടകളെല്ലാം സിംഹങ്ങളുടെ ആ ഒരു സിംഹത്തോടൊക്കെയുള്ള പേടിയൊക്കെ മറന്ന് സംഗീതം ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയാണ് കാട്ടരുവിയുടെ അടുത്ത്. സിംഹരാജന്റെ സാമീപ്യം പോലും മറന്നു പോയിട്ട് കൊച്ചു 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 കാട്ടുജീവികളെല്ലാം ബാലഹനുമാന്റെ കീർത്തനങ്ങൾ കേട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ യഥാർത്ഥ സംഗീതത്തിന്റെ മാസ്മര ലഹരിയിൽ പകയും വിദ്വേഷവും എല്ലാം മറന്നു പോവാണ് വനജീവികൾ. അല്ലെങ്കിൽ അവര് കടിക്കും, ഇവര് കടിക്കും, അവര് തിന്നും, ഇവര് തിന്നും നോക്ക് ഓർത്ത് പക്ഷിമൃഗാദികളെല്ലാം ഇങ്ങനെ ഒളിച്ചൊളിച്ച് നിൽക്കും. അതെല്ലാം മറന്നിട്ട് ശത്രുക്കളും മിത്രങ്ങളുമായിരിക്കുന്ന എല്ലാ പക്ഷിമൃഗാദികളും ഈ കാട്ടരുവിയുടെ അടുത്ത് നിൽക്കുകയാണ്. ഹനുമാൻ സ്വാമി ഇങ്ങനെ മണിവീണ വെച്ചുകൊണ്ട് ഇങ്ങനെ ആലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും കിന്നര കിംപുരുഷന്മാരും ആകാശത്തിൽ ഇങ്ങനെ നിരന്ന് നിന്നിട്ട് അഞ്ജനാപുത്രന്റെ അനശ്വര കീർത്തനങ്ങൾ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മതിമറന്നുള്ള ദേവന്മാരുടെ ആ ഒരു സംഗീതം ആസ്വദിക്കാൻ നമ്മുടെ നാരദ മഹർഷിക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. മതിമറന്നാണ് ദേവന്മാരൊക്കെ ആസ്വദിക്കുന്നത്. ഇതൊക്കെ കണ്ട നാരദ മഹർഷിക്ക് അത്രയ്ക്ക് അങ്ങ് ശരിയില്ല എന്നൊരു ഭാവം ഉണർന്നു. സംഗീത സമ്രാട്ടും ദേവഗായകനുമായിരിക്കുന്ന തന്റെ സംഗീതാലാപനത്തിൽ പോലും വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത ദേവന്മാർ നിസ്സാരമായിരിക്കുന്ന ഒരു വാനരകുമാരന്റെ സംഗീതത്തിൽ ഇത്രയധികം ആകർഷിക്കപ്പെട്ട് തലകുലുക്കി ആസ്വദിക്കാൻ മാത്രം എന്തിരിക്കുന്നു? അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല. ആരുടെ ഉള്ളിൽ തോന്നി? നാരദമുനിയുടെ. നാരദ മഹർഷിക്ക് ശരിക്കും പറഞ്ഞാൽ അപമാനവും വിഷമവും നാണക്കേടും ഒക്കെ തോന്നി. അഞ്ജനാപുത്രനായിരിക്കുന്ന വാനരകുമാരന്റെ സംഗീതത്തിലുള്ള കഴിവുകൾ ഒന്ന് പരീക്ഷിക്കണമല്ലോ. ഇത്രയ്ക്ക് അങ്ങ് എല്ലാവരും മതിമറന്നു നിൽക്കണമെങ്കിൽ ഒന്ന് പരീക്ഷിക്കണം എന്ന് നാരദന് തോന്നി. സംഗീത ചക്രവർത്തി എന്നുള്ള തൻ്റെ വിശിഷ്ട സ്ഥാനം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? നാരദൻ ആലോചിക്കണം. ദേവന്മാര് പോലും അറിയാതെ തന്ത്രപരമായി ഭൂലോകത്തിലേക്ക് പോണം. എന്നിട്ട് വേണം ഈ വാനരകുമാരന്റെ കഴിവൊന്ന് പരീക്ഷിക്കാൻ. അങ്ങനെ ഭൂലോകത്തിലേക്ക് എത്തിയ നാരദൻ എന്ത് ചെയ്തു? വനത്തിൽ വന്ന് പ്രകൃതിയും വന്യമൃഗങ്ങളുമെല്ലാം ഹനുമാന്റെ സംഗീതം ആസ്വദിക്കുന്നത്, മതിമറന്ന് നിന്ന് ആസ്വദിക്കുന്നത് കണ്ട് നാരദ മുനി അങ്ങ് അന്താളിച്ച് അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്തു പറ്റി ഇവറ്റകൾക്കൊക്കെ? ദേവന്മാരെ പോലെ ഇവറ്റകളും സംഗീതപ്രാന്ത് പിടിച്ച് ബുദ്ധിയില്ലാത്തവരായി പോയോ? സിംഹം അടുത്ത് നിൽക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത് മാൻപേടകൾ നിൽക്കുന്നു. ഇവര് തമ്മിൽ കാണാൻ പോലും നിൽക്കാത്ത ആൾക്കാരാ. അവര് പോലും കീരിയും പാമ്പും നിൽക്കുന്നു. ശത്രുക്കളെല്ലാം അടുത്തടുത്ത് നിന്ന് എല്ലാം മറന്ന് സംഗീതം ആസ്വദിക്കുകയാണ്. ദേവന്മാരോ ആകാശത്തിൽ ഇങ്ങനെ, ഇവറ്റകളും ഇങ്ങനെ ആവാൻ മാത്രം എന്തിരിക്കുന്നു? ഈ വാനരന്റെ സംഗീതത്തിന് ഇത്ര മാധുര്യമുണ്ടോ? എന്തോ വായിൽ തോന്നിയതൊക്കെ അവൻ പാടുന്നുണ്ട്, അത്ര തന്നെ. മതിമറന്ന് ആസ്വദിക്കാൻ മാത്രം ഈ സാധാരണ ഭക്തിഗീതങ്ങളിൽ എന്താ ഇപ്പൊ ഇതിനുമാത്രം ശ്രേഷ്ഠത? സദാസമയവും മധുര സംഗീതമൊക്കെ ആലപിച്ചുകൊണ്ട് ത്രിലോകങ്ങളിൽ സഞ്ചരിക്കുന്ന എൻ്റെ ഗാനത്തിന്റെ കഴിവ് ഏവർക്കും വിസ്മയകരമായിരിക്കാം. അത് ഞാൻ നാരദനല്ലേ? ഇത് കേവലം ഒരു വാനരകുമാരൻ. ഒരു പക്ഷേ ഈ വാനരൻ പുതിയ പാട്ടുകാരനായതുകൊണ്ടായിരിക്കാം ഇവറ്റകൾക്കൊക്കെ ഇത്ര ഒരു ആസക്തി തോന്നുന്നത്. ഏവരും ഇവനെ ശ്രദ്ധിക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ല. കാലത്തിന്റെ ഗതിവേഗത്തിൽ ഈ വാനരനും പിന്തള്ളപ്പെടും. പുതിയൊരു വോയിസ് വരുമ്പോൾ, ശബ്ദം വരുമ്പോൾ ഇവരും പഴയതാവും. ആവർത്തന വിരസത എല്ലാവരിലും ഉള്ളൊരു കാര്യമാണല്ലോ. എന്തായാലും ഇതത്രയ്ക്ക് നല്ലതല്ല. നാരദൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കണം. കാര്യങ്ങൾ ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ഈ നാരദൻ ആരാണെന്ന് പോലും ഭൂലോകവും സ്വർഗലോകവും ഒക്കെ മറന്നു പോവല്ലോ. ഇത് വളർത്താൻ പാടില്ല. ഏതായാലും വാനരന്റെ സംഗീതത്തിന് എന്താണ് ഇതിന് മാത്രം മാധുര്യം എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കണം. ആര് തീരുമാനിച്ചു? നാരദൻ തീരുമാനിച്ചു. ബാലഹനുമാന്റെ അടുത്തെത്തിയ നാരദൻ എന്ത് ചെയ്തു? അല്പസമയം ബാലഹനുമാനെ തന്നെ നോക്കി നിൽക്കുകയാണ്.
ഭൂമിയിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട്, നമ്മൾ പറയില്ലേ ചന്ദനം പടിത്തിരിക്കുക, ചമ്രം പടിഞ്ഞിരിക്കുക എന്നൊക്കെ കേൾക്കില്ലേ, ചമ്രം പടിഞ്ഞിരുന്നിട്ട് കണ്ണുകൾ പൂട്ടി ധ്യാനത്തിലിരുന്നു കൊണ്ട് വീണക്കമ്പികളിൽ വിരലോടിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി നാരദൻ പാടുകയാണ്. അങ്ങനെ പാടിക്കൊണ്ടിരിക്കെ കുമാര, അഞ്ജനപുത്ര, നാരദ മഹർഷി വിളിച്ചെഴുന്നേപ്പിച്ചു. ഹനുമാൻ അറിയുന്നില്ല. നാരദന് ആശ്ചര്യം തോന്നി, എന്താ വിളിച്ചിട്ടും കേൾക്കാത്തത്? അദ്ദേഹം വീണ്ടും 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 ഹനുമാനെ വിളിച്ചു നോക്കി. ഹനുമാന് കണ്ണുറക്കുന്നില്ല, രക്ഷയില്ല. ക്ഷമ നശിച്ച നാരദൻ ഹനുമാന്റെ ഭുജത്തിൽ കരങ്ങൾ വെച്ചിട്ട് ഒന്ന് വീണ്ടും തിരിച്ചു വിളിച്ചു. പെട്ടെന്ന് ഹനുമാൻ കണ്ണു തുറന്നു. ആ കണ്ണുകളിൽ കാണപ്പെട്ട ഭാവം ഭക്തിയാണോ, പാരവശ്യമാണോ, ദേഷ്യമാണോ, വെറുപ്പാണോ, എന്താന്ന് മനസ്സിലാവുന്നില്ല നാരദമുനിക്ക്. നാരദൻ അങ്ങ് പേടിച്ചുപോയി. എന്തായിരിക്കും പ്രതികരണം എന്ന് ഊഹിക്കാൻ പോലും നാരദമുനിക്ക് സാധിക്കുന്നില്ല. ഞാൻ നാരദ മഹർഷി. കുറച്ചൊരു നാണക്കേട് കൊണ്ടും പേടി കൊണ്ടും നാരദ മഹർഷി ആരാണെന്ന് സ്വയം ഹനുമാൻ സ്വാമിയെ ബോധിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ, അതായത് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദ മഹർഷിയാണെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സ്വാമി ഉടനെ അദ്ദേഹത്തിൻ്റെ നാരദമുനിയുടെ വിശിഷ്ടമായിരിക്കുന്ന പാദങ്ങളിൽ നമസ്കരിച്ച് തൊഴുതു നിൽക്കുകയാണ്. സർവമംഗളങ്ങളും സിദ്ധിക്കുമാറാകട്ടെ. ബ്രഹ്മർഷി നാരദൻ ബാലഹനുമാനെ അനുഗ്രഹിച്ചു. അങ്ങ് ഇവിടെ ഈ വനാന്തരത്തിൽ, ഹനുമാൻ സ്വാമി ചോദിച്ചു. അപ്പോൾ സന്തോഷത്തോടു കൂടി നാരദ മഹർഷി എന്തിനാണ് കാട്ടിലെത്തിയത് എന്ന് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലാവുന്നില്ല. എന്താ അങ്ങ് ഈ വനാന്തരത്തിൽ വന്നിരിക്കുന്നത്? എന്തിനാ വന്നിരിക്കുന്നത്? അനുജേട്ടാ നമസ്കാരം. എന്തിനാ വന്നിരിക്കുന്നത്? അപ്പം നാരദൻ പറഞ്ഞു, നാരായണ നാരായണ, എവിടെയെല്ലാം ഭക്തിഗീതങ്ങൾ ശ്രവിക്കുന്നുവോ അവിടെയെല്ലാം പറന്നെത്തുകയെന്നുള്ളത് പരമഭക്തനായിരിക്കുന്ന ഈ എളിയവൻ്റെ പതിവ് പരിപാടിയാണ്. ഹനുമാൻ സ്വാമി ചോദിച്ചു, ധന്യോസ്മി, വിവരമില്ലാത്ത ഈ ബാലകന്റെ വിലാപഗാനം സർവലോക സംഗീത സാമ്രാട്ടായിരിക്കുന്ന അങ്ങയെ ആകർഷിച്ചെന്നും നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നാരദൻ പറയാണ്, നാരായണ നാരായണ, ഗാനം, സംഗീതം, മാധുര്യം ഇവ എപ്രകാരവുമായിക്കൊള്ളട്ടെ, ഭക്തി പരിപാവനമായിരിക്കുന്ന അതൊന്നു മാത്രമാണ് ഈ ഉള്ളവൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന പരമോന്നതമായിരിക്കുന്ന മാർഗം. അപ്പൊ ഹനുമാൻ സ്വാമി ചോദിച്ചു, അടിയൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയൂ. നാരദമുനി പറയാണ്, നാം നിന്റെ ചില ഗാനങ്ങൾ ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, ശിവ ശിവ, വീണാപാണിയായി സമസ്ത ലോകങ്ങളിലും സഞ്ചരിച്ച് ത്രിമൂർത്തികളെയും ദേവന്മാരെയും സംഗീതോപാസനയിൽ കൂടി ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്ന അവിടുന്ന് നിസ്സാരനായിരിക്കുന്ന ഈ വാനര ബാലന്റെ ഗാനം ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നോ? ശിവ ശിവ, ഈ ഉള്ളവന്റെ കാതുകളെ വിശ്വസിക്കാൻ പോലും അടിയന് സാധിക്കുന്നില്ല. അപ്പൊ നാരദമുനി പറയാണ്, നാരായണ നാരായണ, വിശ്വസിക്കൂ. നാം വലിപ്പ ചെറുപ്പമോ ജാതിമതവർഗ ചിന്താഗതികളോ മാനിക്കുന്നവനല്ല. സമസ്ത ലോകങ്ങളും സമത്വസുന്ദരമായി ഭവിക്കണമെന്നും കഴിവുകൾ എവിടെ ആരിൽ കാണപ്പെട്ടാലും അവ മാനിക്കപ്പെടണമെന്നും ലൈറ്റ് ഒന്നും കൂടെ കട്ടാവും കേട്ടോ. വൈഫൈ കണക്റ്റ് ആവാൻ പോകണ്ട, ആരും പോകണ്ട. കറണ്ട് പോയതുകൊണ്ടാണ്, മഴയല്ലേ. കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോയി വന്നിരിക്കും, അതുകൊണ്ടാണ്, ഒന്നും വിഷമിക്കേണ്ട. അപ്പോൾ നമ്മുടെ നാരദമുനി പറയാണ്,
നാം വലിപ്പ ചെറുപ്പമോ ജാതിമതവർഗ ചിന്താഗതികളോ മാനിക്കുന്നവനല്ല. സമസ്ത ലോകങ്ങളും സമത്വസുന്ദരമായി ഭവിക്കണമെന്നും കഴിവുകൾ എവിടെ ആരിൽ കാണപ്പെട്ടാലും അവ മാനിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്നവനാണ് നാം. പാടൂ, കേൾക്കട്ടെ. അപ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമി പറഞ്ഞു, അങ്ങേ ഉപവിഷ്ടനാക്കാൻ പോലും തക്കതായ ഒരു സ്ഥാനം ഈ കാട്ടിലില്ല. അപ്പൊ നാരദൻ പറയാണ്, സാരമില്ല, നാം ഇവിടെ ഉപവിഷ്ടനായിക്കോളാം. അങ്ങനെ മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ വീണ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് ഹനുമാൻ സ്വാമിയുടെ ഗാനം കേൾക്കാൻ വേണ്ടി ഒരു പാറപ്പുറത്ത് കയറി ശ്രദ്ധയോടുകൂടിയിരുന്നു. തറയിൽ ചമ്രം പടിഞ്ഞ് നാരദ മഹർഷിയെ അഭിമുഖീകരിച്ച് നമ്മുടെ ഹനുമാൻ സ്വാമി നാരദ മഹർഷിയുടെ മുൻപിലായിട്ട് ഇരുന്നു. ഹനുമാൻ സ്വാമി എന്ത് ചെയ്ത്? ശ്രീ സരസ്വതീ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണാതന്ത്രികളിൽ അങ്ങ് ശ്രുതി മീട്ടിയിട്ട് മഹാദേവന്റെ ഗാനം അങ്ങ് ആലപിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കുറച്ച് അഹങ്കാരത്തോടെ ഇരുന്ന നമ്മുടെ നാരദ മഹർഷിയുടെ ശിരസ് തലയൊന്ന് ഹനുമാൻ സ്വാമിയുടെ ഗാനത്തിൻ്റെ താളത്തിനൊത്തിങ്ങനെ സാവകാശത്തിൽ ചലിക്കാൻ തുടങ്ങി. അതായത് ആ ഗാനം ആസ്വദിക്കാൻ തുടങ്ങി.
മോഹനരാഗവും രാഗമാലികയും വിസ്തരിച്ചു പാടി നാരദ മഹർഷിയെ വിസ്മയപ്പെടുത്തിയ ഹനുമാൻ സ്വാമി തോടീരാഗത്തിൽ സർവേശ്വര നാമ കീർത്തനങ്ങൾ അങ്ങ് അത്യന്തം മനോഹരമായി അങ്ങ് ആലപിക്കാൻ തുടങ്ങി. സംഗീത കലാനിധിയായിരിക്കുന്ന നാരദമുനി ഹനുമാൻ സ്വാമിയുടെ ദൈവീകമായിരിക്കുന്ന സംഗീത ജ്ഞാനത്തിൻ്റെ വിസ്മയത്തിൽ അങ്ങ് കോരിത്തരിച്ചിരിക്കുകയാണ്. കമ്പോജി രാഗവും അത്യന്തം ഹൃദ്യമായി തന്നെ അങ്ങ് വിസ്തരിച്ചങ്ങ് പാടി ഹനുമാൻ സ്വാമിയുടെ ആ ഒരു അപാര കഴിവിൽ ഹൃദയമലിഞ്ഞ് സർവവും മറന്നു നിൽക്കുകയാണ് നമ്മുടെ നാരദ മഹർഷി. പെട്ടെന്ന് അങ്ങ് പാറപ്പുറത്തു നിന്ന് ഒരൊറ്റടിക്ക് എഴുന്നേറ്റ് ഹനുമാൻ സ്വാമിയുടെ മുൻപിൽ കണ്ണുകൾ പൂട്ടി സംഗീത സാഗരത്തിൻ്റെ ആ ഒരു മാസ്മര ലഹരിയിൽ അങ്ങ് ആനന്ദിച്ചാറാടി അങ്ങ് നിന്നു. ആര്? നമ്മുടെ നാരദമുനി. ബാലഹനുമാന്റെ ആ ഒരു സംഗീത മാധുര്യം ആസ്വദിച്ച നാരദ മഹർഷിയുടെ ആ ഒരു അറിവിൽ, പാണ്ഡിത്യത്തിൽ ഹൃദയം സംഗീതധാരയിൽ അങ്ങ് നിറഞ്ഞ് കാവ്യ ഒഴുകിപ്പോയി നാരദമുനിയുടെ. വനപരിസരം, ആ വനത്തിൻ്റെ ആ പരിസരം ഒക്കെ മൊത്തത്തില് സംഗീത ലഹരിയിൽ അങ്ങ് മുങ്ങിക്കുളിച്ച് നിന്നു. മനസ്സുരുകി പാടിയ ഹനുമാൻ സ്വാമിയുടെ ശ്രുതി മാധുര്യം സംഗീതം അങ്ങ് കേട്ട് പരിസരത്തുള്ള കഠിനമായിരിക്കുന്ന പാറക്കെട്ടുകൾ പോലും അലിഞ്ഞ് മെഴുകുപോലെ അങ്ങ് ഉരുകിപ്പോയി. ആഞ്ജനേയ, കുമാര, സർവശ്രേഷ്ഠ, സംഗീത സാർവഭൗമ, പരമാനന്ദ നിർവൃതിയിൽ വികാരപരമായിട്ട് സംഗീതം കൊണ്ടങ്ങ് മതിമറന്നിട്ട് നമ്മുടെ നാരദ മഹർഷി അങ്ങ് വിളിക്കുകയാണ്. എന്നിട്ട് ഓടിച്ചെന്ന് അങ്ങ് കെട്ടിപ്പിടിച്ചു ഹനുമാൻ സ്വാമിയെ. ബാലഹനുമാന്റെ സംഗീതം അങ്ങ് നിന്നു. ഏകാഗ്രതയോടുകൂടി നിന്നിരുന്ന പ്രകൃതി വീണ്ടും കാറ്റ് വീശാൻ തുടങ്ങി. കിളികളെല്ലാം ചിലച്ച് പാറിപ്പറക്കാൻ തുടങ്ങി. മൃഗങ്ങളെല്ലാം പെട്ടെന്ന് ഉണർന്ന് വെള്ളം കുടിച്ചു. മാൻപേടകളും മുയലുകളും കിളികളും ചെറിയ മൃഗങ്ങളും സിംഹങ്ങളും വ്യാഘ്രങ്ങളും എല്ലാം പരസ്പരം ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ ഉണർന്ന് നാലുപാടും ഓടാൻ തുടങ്ങി. അതുവരെ എല്ലാവരും മറന്നു നിൽക്കുകയായിരുന്നു. അപ്പം നാരദൻ പറയാണ്, ആഞ്ജനേയ, നിന്റെ സംഗീതത്തിൽ കുറ്റം കണ്ടുപിടിക്കുവാനും നിന്നെ പരീക്ഷിക്കുവാനും തുനിഞ്ഞ ഞാൻ വെറും നിസാരനാണ്. നിന്റെ ഭക്തിയുടെയും സംഗീതജ്ഞാനത്തിൻ്റെയും മുൻപിൽ ഞാൻ ആരുമല്ല. അപ്പം ഹനുമാൻ സ്വാമി പറഞ്ഞു, മഹാമഹർഷി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഈ 7 ജന്മങ്ങൾ എടുത്താലും അഞ്ജനാപുത്രനായിരിക്കുന്ന ഈ വാനര ബാലകൻ അങ്ങയ്ക്ക് സമാനനായി ഭവിക്കുവാൻ സാധിക്കുകയില്ല. അവിടുന്ന് ബ്രഹ്മർഷിയാണ്, മഹാജ്ഞാനിയാണ്. സംഗീതത്തിൻ്റെ ബാലപാഠമെങ്കിലും ഈ ഉള്ളവൻ അറിയാമെങ്കിൽ അത് അങ്ങയെപ്പോലുള്ളവരുടെ കൃപാകടാക്ഷത്താൽ മാത്രമാണ്. അടിയനെ അനുഗ്രഹിക്കൂ. നാരദ മഹർഷിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ച ഹനുമാൻ സ്വാമി കൈതൊഴുതിങ്ങനെ നിൽക്കുകയാണ്. നാരദമുനി പറഞ്ഞു, വായുപുത്ര, വിനയാന്യുദ്ധനായിരിക്കുന്ന പെരുമാറ്റവും ഞാനെന്ന അഹംഭാവവും ഇല്ലാതെ നിന്റെ ഈ വിശിഷ്ട ഗുണങ്ങൾ ചിരഞ്ജീവിയായി ഭവിക്കുന്നതിൻ്റെ നാമധേയം ലോകാവസാനം വരെ നിലനിൽക്കട്ടെ. നീ ചിരഞ്ജീവിയായിരിക്കും. നിനക്ക് അഹംഭാവമില്ല, ഞാനെന്ന ഭാവമില്ല. അങ്ങനെ ഹനുമാനെ അനുഗ്രഹിച്ച് നാരദ മഹർഷി വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങി. പാറപ്പുറത്ത് വെച്ചിരുന്ന തൻ്റെ വീണ പാറയ്ക്കുള്ളിൽ അമഴ്ന്ന് ഇങ്ങനെ പോയിരിക്കുന്നത് കണ്ട് നാരദ മഹർഷി അത്ഭുതപ്പെട്ടു. മൊത്തം തുറക്കരുത് മോനെ, ചൂട് മതി. ഹനുമാൻ സ്വാമിയുടെ അയ്യോ, ഇത് കട്ടൻ ചായയാണ്. ഇത് വേണ്ട മതി. ഇസ്കോൺ കാപ്പി ഉണ്ട് മേലെ.
ഇസ്കോൺ കാപ്പി ഉണ്ടായിരുന്നു. ഇത് കട്ടൻ ചായയാണിത്. മേലെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം എടുത്തേ. വലിയ ബിന്ദുമ്മയെ കൊണ്ട് എന്താ പറയാ പറയുക. അതൊക്കെ അറിയണല്ലേ ഞാനിത് കുടിക്കില്ല എന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് വന്നത്? ഇസ്കോൺ കാപ്പി തരും. അത് വേണ്ട. ഇസ്കോൺ കാപ്പി ഉണ്ടോ അവിടെ? അത് തരാൻ പറ. നാരായണ നാരായണ. ഇപ്പൊ നാരദ മഹർഷിയായി മാറി. വയ്യ എന്നാൽ തരുന്ന ഓരോ പ്രാണികൾ. വേറെ ആർക്കും എടുത്ത് വെച്ചെടുത്തിട്ട് നാവിലെന്തോ ചോദിക്കുന്ന പോലെ. എൻ്റെ മൂടേ പോയിടൂ. പറയണ്ട. ഒരു മിനിറ്റ് കേട്ടോ. നമ്മളെവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നാരദന്റെ വീണ. കറക്റ്റ്. എന്ത് പണിയാണ് ഇവർ കാണിച്ചത്. അപ്പോൾ നമ്മുടെ അതെ പോട്ടെ. നമ്മുടെ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു എന്നറിയാമോ? എൻ്റെ നാവിന് ആ ടേസ്റ്റ് പോകുന്നില്ല. ഒരു വൃത്തികെട്ട ടേസ്റ്റ്. ഹനുമാൻ സ്വാമിയുടെ സംഗീതത്തിൽ നമ്മുടെ നാരദ മഹർഷിയുടെ വീണ പാറയുടെ ഉള്ളിൽ അങ്ങ് അമർന്നു പോയി. ഇനി പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ സംഗീതാലാപനം നിർത്തിയപ്പോൾ പാറ വീണ്ടും പൂർവസ്ഥിതിയിലേക്ക് വന്നു. ഉരുകിയ പാറയുടെ ഉള്ളിലേക്ക് ഊർന്നിറങ്ങിയ വീണ പാറ വീണ്ടും ഉറച്ചപ്പോൾ അതിനുള്ളിലേക്ക് കുരുങ്ങിപ്പോയി. അപ്പോൾ പാറയൊക്കെ ഇങ്ങനെ വളരെയധികം ഇതായെന്ന് പറഞ്ഞല്ലോ, നമ്മൾ ഉരുകിപ്പോയി എന്ന് പറഞ്ഞല്ലോ പാട്ട് കേട്ടിട്ട്. ആ സമയത്ത് ഈ പാറയുടെ മുകളിൽ വെച്ചിരുന്ന വീണ, പാറ അങ്ങനെ ഉരുകിയപ്പോൾ അതിലിങ്ങനെ പോയി. അപ്പോൾ ആ വീണ പാട്ട് നിന്നപ്പം, സംഗീതം നിന്നപ്പം പാറ അങ്ങ് വീണ്ടും ഉറച്ചുപോയി. നമ്മൾ ഈ വെള്ളം വെച്ച് പറഞ്ഞാ ഇപ്പൊ കൊണ്ടുവരുമോ? ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഐസ് എടുത്ത് പുറത്ത് വെച്ചാൽ മെൽറ്റായി പോവുമല്ലോ. വീണ്ടും ഇങ്ങനെ ഐസ് നമ്മൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അതിങ്ങനെ ആലോചിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് വായിലിടാൻ തരും. കൈപ്പെടുന്നു. അതെ, എനിക്ക് കട്ടൻ ചായ തന്നിട്ട് ആളിയം പോയി കിടന്ന് ഉറങ്ങാം. മട്ടൻ കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വാ, മറഞ്ഞിക്കണ്ട. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് എന്റെ ഇസ്കോൺ കാപ്പിയുടെ തര അമ്പിളിക്കുട്ടി. ഇങ്ങോട്ട് വരുന്നില്ലല്ലേ, കേറുന്നില്ലല്ലേ റൂമിലേക്ക്? എത്ര നേരം പുറത്തു വെക്കും? ഇപ്പൊ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ, എടുത്തിട്ട് വേഗം വാ. തരാൻ ശരിയാക്കി തരാൻ. ഇന്ന് അതിനെ ഞാൻ ശരിയാക്കും. കൂട്ടിക്ക് കേറുന്നില്ല റൂമിലേക്ക്. ഇന്ന് പൊങ്കാലയാണ്, നടക്കട്ടെ. അപ്പോ ഉരുകിപ്പോയ പാറയ്ക്കുള്ളിലേക്ക് ഊർന്നിറങ്ങിയ വീണ പാറ വീണ്ടും ഉറച്ചപ്പോൾ അതിനുള്ളിലേക്ക് പോയി. എന്താണ് ചെയ്യുക? ഇപ്പൊ എങ്ങനെയാണ് ഞാൻ എൻ്റെ വീണ എടുക്കുക? വഴി അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ നാരദ മഹർഷി. അങ്ങനെ നാരദ മഹർഷി ചെന്ന് ഹനുമാൻ സ്വാമിയെ വീണ്ടും കാര്യം പറഞ്ഞു. അപ്പൊ നാരദൻ പറയാണ്, ആഞ്ജനേയ,
നിന്റെ സംഗീത ലഹരിയിൽ അലിഞ്ഞുരുകിയ പാറക്കെട്ടിനുള്ളിൽ നമ്മുടെ വീണ കുരുങ്ങിപ്പോയിരിക്കുകയാണ്. നിന്നെ പരീക്ഷിക്കുവാൻ ഒരുമ്പെട്ട എനിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചിരിക്കുന്നു. മറ്റൊരിക്കൽ ഇപ്രകാരമുള്ള ഒരു കുബുദ്ധി നമുക്ക് തോന്നുമെങ്കിൽ ഈ അനുഭവങ്ങൾ ഒരു പാഠമായി ഓർമ്മിക്കും. നമ്മുടെ അഹങ്കാരം നശിക്കും. വായുപുത്ര, ദയവായി നമ്മുടെ വീണയ്ക്ക് മോചനം നൽകി അത് നമുക്ക് മടക്കി തരും. നിലത്തിങ്ങനെ ചമ്രം പടിഞ്ഞിരുന്ന ബാലഹനുമാൻ മണിവീണയിൽ ശ്രുതിമീട്ടി വീണ്ടും മധുര ഗാനങ്ങൾ ആലപിച്ചു. പാറ വീണ്ടും അലിഞ്ഞുരുകിയൊഴുകി മാർദ്ധവമായി മാറി. സന്തോഷത്തോടുകൂടി നാരദ മഹർഷി തൻ്റെ വീണ വീണ്ടെടുത്ത് ഒരിക്കൽ കൂടി ഹനുമാനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പുറപ്പെട്ടു. ഇതാണ് ഹനുമാൻ സ്വാമിയും നാരദ മഹർഷിയും തമ്മിലുള്ള ഒരു കാര്യം. ഇനി ഹനുമാൻ സ്വാമി നമ്മുടെ ഗന്ധർവകുമാരന് ഒരു മോക്ഷം കൊടുക്കുന്നുണ്ട്. എന്താ അത്? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ബാലഹനുമാൻ വളർന്ന് 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 വലിയ ആളായി, യൗവനയുക്തനായി. കട്ടൻ ചായയോടുകൂടി എൻ്റെ വാക്കുകളും മറന്നു എനിക്ക്. യൗവനത്തിലേക്ക് കടന്നു നമ്മുടെ ഹനുമാൻ സ്വാമി. കാടിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി 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 ജീവിക്കുകയാണ് നമ്മുടെ ഹനുമാൻ സ്വാമി. അത് വീരഹനുമാൻ ഒരു സുഖമായി തോന്നിയില്ല. അങ്ങനെ ഒതുങ്ങിയുള്ളൊരു ജീവിതം. ലോകസഞ്ചാരം നടത്തിയാലോ, പല പല സാഹസ കൃത്യങ്ങളൊക്കെ ചെയ്താലോ, മഹാന്മാരെ കണ്ടെത്തി പുതിയ പുതിയ നല്ല കാര്യങ്ങളെല്ലാം പഠിച്ചാലോ, ആഞ്ജനേയ സ്വാമി ആലോചിച്ചു. അങ്ങനെ അച്ഛനായിരിക്കുന്ന വായു ഭഗവാനെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് ശ്രീ ഹനുമാൻ അദ്ദേഹത്തോട് വായു ഭഗവാനോട് ഹനുമാൻ സ്വാമിയുടെ ആഗ്രഹം പറഞ്ഞു. ഹനുമാൻ സ്വാമി പറഞ്ഞു, പിതാവേ, ലോകസഞ്ചാരം നടത്തുവാനും പല നല്ല സാഹസകൃത്യങ്ങൾ ചെയ്യുവാനും ആരാധ്യരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരെ സന്ധിച്ച് പല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അടിയൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ അനുവാദവും അനുഗ്രഹവും നൽകി ഈ പുത്രനെ ആശീർവദിച്ചാൽ. യെസ്, അപ്പൊ വായുദേവൻ പറയാണ്, പുത്ര, സകല യുദ്ധമുറകളും കലകളും തത്വശാസ്ത്രങ്ങളും നീ അഭ്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. മറ്റെന്തെങ്കിലും അഭ്യസിക്കാനിടയുണ്ടെങ്കിൽ, അങ്ങനൊരു ആഗ്രഹമുണ്ടെങ്കിൽ യാത്രക്കിടയിൽ നിനക്ക് അഭ്യസിക്കുവാൻ സാധിക്കുന്നതാണ്. ലോകസഞ്ചാരം ആരംഭിക്കുന്നതിന് മുൻപ് നീ കിഷ്കിന്ധ്യ രാജ്യത്തിൽ ചെല്ലേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ കിഷ്കിന്ധ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തനായ ബാലിയാണ്. അവൻ്റെ അനുജനായിരിക്കുന്ന സുഗ്രീവൻ ഉത്തമ ഗുണഗണങ്ങളുള്ള ശ്രേഷ്ഠനാണ്. അവനുമായി സൗഹൃദബന്ധം ഉറപ്പിച്ചുകൊള്ളൂ. ആ ബന്ധം നിനക്ക് ശ്രേയസ്സും പല നന്മകളും നൽകുന്നതായിരിക്കും. ഇതുപോലെ മകനെ ഉപദേശിച്ച് വായു ഭഗവാൻ ശ്രീ ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ച് യാത്ര പൊക്കോളാൻ പറഞ്ഞു. താൻ ഓടിക്കളിച്ച് കുസൃതികൾ കാട്ടി നടന്ന വനത്തിലെ കൂട്ടുകാരായ മാൻകിടാക്കളോടും മുയൽക്കുട്ടികളോടും കുയിലുകളോടും പ്രകൃതി ഭംഗിയോടും വിഷമത്തോടുകൂടി യാത്ര പറഞ്ഞ് ശ്രീ ഹനുമാൻ സ്വാമി മനസ്സോടെ യാത്ര പോയി. കാനന ഭംഗി ആസ്വദിച്ചുകൊണ്ട് പല 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 കിലോമീറ്ററുകൾ നമ്മുടെ ഹനുമാൻ സ്വാമി യാത്ര ചെയ്തു. ഇടയ്ക്കൊന്ന് വിശപ്പും ദാഹവും ഒക്കെ തോന്നി. അപ്പം ഇങ്ങനെ നടക്കുന്നതിൻ്റെ അരികിലായിട്ട് ഒരു കാട്ടരുവിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് കരുതിയ ഹനുമാൻ സ്വാമി കൈക്കുമ്പിളിൽ വെള്ളം നിറച്ച് അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകി. അപ്പോൾ, കുടിക്കരുത്, എൻ്റെ അനുവാദം കൂടാതെ ഈ വനത്തിൽ കൂടി ധിക്കാരപരമായി യാത്ര ചെയ്യുന്ന നീ അരുവിയിലും ജലപാനം ചെയ്യുവാൻ ഒരുമ്പെടുന്നുവോ? പെട്ടെന്നൊരു ശബ്ദം. ഇടിമുഴക്കം പോലെയുള്ള ആ ശബ്ദം കേട്ട ഹനുമാൻ സ്വാമി കയ്യിലെടുത്ത വെള്ളം അവിടെ തന്നെ കളഞ്ഞു. 8 ദിക്കും പൊട്ടുമാറ് ഈ അലറി വിളിക്കുന്നത് ആരാണ്? ശ്രീ ഹനുമാൻ സ്വാമി 4 പാടും ശ്രദ്ധിക്കുകയാണ്. ആരുടെ ശബ്ദം ഇത്? ഈ കാട്ടിലൂടെ നടക്കരുത്, ഇവിടുത്തെ വെള്ളം കുടിക്കരുത്, ഇതാരാ? ആരെയും കാണുന്നില്ല. ഉടനെ ഹനുമാൻ സ്വാമി പറഞ്ഞു, മറഞ്ഞു നിന്ന് ഭീരുവിനെ പോലെ കൽപ്പന പുറപ്പെടുവിക്കുന്ന നീ ആരാണ്? ധൈര്യമുണ്ടെങ്കിൽ നേരിട്ട് വരൂ, നമുക്ക് സംസാരിക്കാം.
ഹനുമാൻ സ്വാമിയും പറഞ്ഞു. വിട്ടുകൊടുത്തില്ല. ഉടനെ ആ കാട് കുലുങ്ങുന്ന രീതിയിൽ ഒരു അട്ടഹാസം കേട്ടു. കാട്ടുപറവകളെല്ലാം പേടിച്ച് ചിറകടിച്ച് പറക്കാൻ തുടങ്ങി. വന്യമൃഗങ്ങളെല്ലാം ജീവനം കൊണ്ട് 4 ഭാഗത്തേക്ക് ഓടി. ഇത്രമാത്രം ശബ്ദഗാംഭീര്യമുള്ള ഇവൻ എത്രമാത്രം ഭീകരനായിരിക്കും? ആര് ചിന്തിച്ചു? ഹനുമാൻ സ്വാമി. എന്തായാലും അവൻ വരട്ടെ, നേരിടുക തന്നെ ചെയ്യണം. അങ്ങനെ വിചാരിച്ച് ഹനുമാൻ സ്വാമി ആ കാട്ടരുവിയിൽ നിന്ന് കരയ്ക്ക് കയറി. കാട്ടിലെ വൻ വൃക്ഷങ്ങളെല്ലാം ഇളകി വിറച്ചു നിൽക്കുകയാണ്. ചെറിയ വൃക്ഷങ്ങളെല്ലാം തറയിലേക്ക് വീണ്ടും വീണുപോയി പേടിച്ചിട്ട്. ആഞ്ഞടിച്ച ഘോരമായിരിക്കുന്ന ഒരു കാറ്റിൽ നിന്ന് ഭീകരനായിരിക്കുന്ന ഒരു രാക്ഷസൻ പുറത്തു വന്നു. കാട് പിടിച്ച് കഴുത്തും കവിഞ്ഞ് നീണ്ടു കിടക്കുന്നവന്റെ ചെമ്പിച്ച മുടിക്കെട്ടിനുള്ളിൽ നിന്ന് അനേകം പക്ഷികൾ അങ്ങ് കൂടുകൂട്ടി താമസിക്കുകയാണ്. അത്രയും ഭീകരൻ. കട്ട പിടിച്ച രോമങ്ങൾ കൊണ്ട് മറഞ്ഞ അവൻ്റെ ഒരു വികൃതമായിരിക്കുന്ന ആ ഭാവം വൻമലകളും മലയ്ക്ക് കരങ്ങളും കാലും മുളച്ച പോലെ ഉണ്ടായിരുന്നു അവനെ കാണാൻ. ഒരു വലിയ മലയ്ക്കൊരു കൈയും കാലും വെച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഉണ്ടായിരുന്നു അവനെ കാണാൻ. പച്ച മാംസം പിച്ചി ചീന്തി കടിച്ച് കീറി തിന്ന ആ വളഞ്ഞ പല്ലുകളും കൂർത്തു മൂർത്ത നഖങ്ങളും അവൻ്റെ ആ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം അങ്ങ് ക്ലാസ്സിലാണ് തിരിച്ചു വിളിക്കുന്നത്. അവശിഷ്ടങ്ങൾ അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഓ, എന്തൊരു നാറ്റം! ശ്രീ ഹനുമാന് ഈ നാറ്റം അങ്ങ് സഹിക്കാൻ പറ്റില്ല. ആരാണ് നീ? ഹനുമാൻ ചോദിച്ചു. ഓഹോ, പരിഹാസത്തോടുകൂടി ഒരു ചോദ്യവും ചോദിച്ചിട്ട് പാറകളെല്ലാം പൊട്ടിച്ചിതറുന്നത് പോലെ ശബ്ദത്തിൽ രാക്ഷസനങ്ങ് ഒച്ച വെച്ചു. എന്റെ അധീനതയിലുള്ള വനത്തിൽ പ്രവേശിച്ച് തോന്നിവാസം കാട്ടിയിരിക്കുന്ന നീ ഞാൻ ആരാണെന്ന് ചോദിക്കുന്നുവോ? അടുത്തു വരൂ. സംസാരിച്ചുകൊണ്ട് നിൽക്കുവാൻ സമയമില്ല. എന്റെ പ്രാതൽ പരിപൂർണമാകണമെങ്കിൽ നിന്നെ പോലെ ആരോഗ്യമുള്ള ഒരുത്തനെ കൂടി ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. വാ, അടുത്തു വാ. രാക്ഷസൻ പറയാണ്. വൻ ഗഹരമെന്ന പോലെ വായും പിളർന്ന് വലിയ ഗുഹ പോലെ വായം തുറന്നു നിൽക്കുന്ന രാക്ഷസന്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി അങ്ങ് ഭീകരനായി വളർന്നു. അത് കണ്ട് ദേഷ്യം വന്ന രാക്ഷസനോ വീണ്ടും ഒരു 10 യോജന അകലത്തിൽ ആ രാക്ഷസന്റെ വായ അങ്ങ് തുറന്നു. ഹനുമാൻ സ്വാമിയും വിട്ടുകൊടുത്തില്ല. 20 യോജന വിസ്താരത്തിൽ ഹനുമാൻ സ്വാമിയും വളർന്നു. രാക്ഷസൻ വീണ്ടും വീണ്ടും വളർന്നു 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 ഒരു പർവ്വതം പോലെ നിന്നു. രാക്ഷസൻ അങ്ങ് ദേഷ്യം വന്നു. ഹനുമാനെ ചാടി പിടിച്ചു തിന്നാൻ വേണ്ടി ഒരൊറ്റ ചാട്ടം അങ്ങ് ചാടി രാക്ഷസൻ. തന്ത്രപരമായി മാറിയ ഹനുമാൻ സ്വാമി ആകാശത്തേക്ക് ചാടി പൊങ്ങി താഴ്ന്ന് രാക്ഷസന്റെ തലയ്ക്ക് നോക്കിയിട്ട് ഒരൊറ്റ ഇടിയിടിച്ച് അവന്റെ തോളിലും ശിരസിലും ഒക്കെ പല വട്ടം അങ്ങ് ശക്തിയായിട്ട് അങ്ങ് ചവിട്ടി. ദേഷ്യം വന്ന രാക്ഷസൻ എന്ത് ചെയ്തു? ഒരു കൊടയങ്ങോട്ട് കൊടഞ്ഞു തലയെടുത്തിട്ട് തറയിൽ തെറിച്ചു വീണ ഹനുമാൻ സ്വാമിയെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടി രാക്ഷസൻ ദേഷ്യത്തോടുകൂടി ഹനുമാൻ സ്വാമിയുടെ മുന്നോട്ട് ചാടി. ഹനുമാൻ സ്വാമി അവസരം പാഴാക്കില്ല. രാക്ഷസന്റെ കാലിൽ കടന്നു പിടിച്ച് ഊക്കോടെ വലിച്ചൊരൊറ്റ അടിയടിച്ചു താഴെ. അടുത്ത നേരം തന്നെ അവന്റെ മാറിടത്തിൽ ചാടി കയറിയ ഹനുമാൻ സ്വാമി അവിടെ ഒരു താണ്ഡവം തന്നെ നടത്തി എന്ന് വേണം പറയാൻ. വേദന കൊണ്ട് പിടഞ്ഞ രാക്ഷസൻ 8 ദിക്കും പൊട്ടുമാറാഞ്ഞു വിളിച്ച് വീണ്ടും രാക്ഷസന്റെ നെഞ്ചിലങ്ങ് ചവിട്ടി ഊക്കോടെ അങ്ങ് ചവിട്ടുന്നതിനിടയിൽ വീര ഹനുമാൻ എന്ത് ചെയ്തു? മേലോട്ടങ്ങ് ചാടി. രാക്ഷസനും വിട്ടുകൊടുക്കുന്നില്ല. ഉരുണ്ട് പെരണ്ടെഴുന്നേറ്റ രാക്ഷസൻ എന്ത് ചെയ്തു? ഒരു വലിയ വൃക്ഷം അങ്ങ് പിഴുതെടുത്ത് ഓടിച്ചെന്ന് ശക്തിയോടൊരു ഇടിയിടിച്ച് ഹനുമാൻ സ്വാമി. അപ്രതീക്ഷിതമായിട്ട് ശക്തിയോടെ അങ്ങ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഇടി കിട്ടിയത് ഹനുമാൻ സ്വാമിക്ക്.
ഹനുമാൻ സ്വാമി ദേഷ്യത്തോടെ അങ്ങ് ഗർജിച്ചുകൊണ്ട് രാക്ഷസന്റെ വയറിൽ നോക്കിയിട്ട് ഹനുമാൻ സ്വാമിയുടെ ശിരസ് കൊണ്ട് ഒരു ഇടിയിടിച്ചു. വീര ഹനുമാന്റെ താണ്ഡവത്തിൽപ്പെട്ട് രാക്ഷസന്റെ ശരീരത്തിലെ രോമങ്ങളെല്ലാം അങ്ങ് പൊഴിഞ്ഞുപോയി. അവന്റെ വയറിൽ മുഴുവനും ജീർണിക്കാതെ ദഹിക്കാതെ കിടന്ന ഒരു വലിയ കാട്ടുപോത്ത്, രാക്ഷസന്റെ വയറ്റിൻ്റെ അകത്തൊരു കാട്ടുപോത്ത് ദഹിക്കാതെ കിടക്കുന്നുണ്ടായിരുന്നു. ആ കാട്ടുപോത്ത് ഇടിയുടെ ശക്തിയിൽ വായയിൽ കൂടെ തെറിച്ചങ്ങോട്ട് വീണ് രാക്ഷസന്റെ ദേഷ്യം അങ്ങ് 10 ഇരട്ടി കൂടി. മലയുടെ ശിഖരങ്ങൾ പറിച്ചെടുത്ത് അവൻ ഹനുമാൻ സ്വാമിയെ ഉന്നം വെച്ച് വലിച്ചെറിഞ്ഞൊരു മലയങ്ങ് പറിച്ചെടുത്ത് രാക്ഷസൻ ഹനുമാൻ സ്വാമിയുടെ നേരെ എറിഞ്ഞു. ഹനുമാൻ സ്വാമി വിട്ടുകൊടുത്തില്ല. രാക്ഷസനെ അങ്ങ് ധീരം അങ്ങ് നേരിട്ടു. തുല്യ ശക്തികളായി നിന്ന് 2 പേരും ഒപ്പത്തിനൊപ്പം പല നാഴികകൾ, മണിക്കൂറുകൾ യുദ്ധം ചെയ്തു. രാക്ഷസന് യാതൊരു തളർച്ചയും കാണുന്നില്ല. അവന്റെ ഒരു അമിതമായിരിക്കുന്ന ആ ശക്തിയിൽ ഹനുമാൻ സ്വാമിക്ക് അത്ഭുതം തോന്നി. ഇവൻ അപാരമായ വരസിദ്ധികളുള്ളവൻ തന്നെ. ഇവനെ കൊല്ലാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ശ്രീ പരമേശ്വര കൃപാകടാക്ഷം കൊണ്ട് മാത്രമേ ഇവനെ കൊല്ലുവാൻ സാധിക്കുകയുള്ളൂ. ചിന്തിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ തനിക്ക് അവസരം നൽകാതെ യുദ്ധം ചെയ്യുന്ന രാക്ഷസനെ കരുത്തുള്ള തൻ്റെ ലാഘൂലം നീട്ടി വളച്ചു പിടിച്ചെടുത്ത വീര ഹനുമാൻ രാക്ഷസനെ പിടിച്ചൊരു ഒറ്റ ഏറെറിഞ്ഞു. അകലെയുള്ള പാറക്കെട്ടിൽ ചെന്ന് ഇടിച്ച് നിലം പതിച്ച രാക്ഷസൻ ഒരു നിമിഷം തളർന്നു കിടന്നുപോയി. ഒരു നിമിഷം മാത്രം. ആ സമയത്ത് കണ്ണടച്ചു നിന്ന് ഹനുമാൻ സ്വാമി ശ്രീ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ച് രാക്ഷസനെ വകവരുത്താനുള്ള മാർഗം എനിക്ക് ഉപദേശിച്ചു തരണേ എന്ന് മനസ്സുരുകി അങ്ങ് ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചു. എന്നിട്ട് കണ്ണുകൾ തുറന്നു സ്വാമി. ആ മുഖത്ത് ചിരിയുടെ ഒരു മന്ദസ്മിതം, ഒരു നല്ല സന്തോഷത്തോടെയുള്ള ഒരു ചിരി വന്നു. ഒരു വൃക്ഷവും പറിച്ചെടുത്ത് രാക്ഷസൻ അങ്ങ് പാഞ്ഞടുക്കുന്നുണ്ട്. അടുത്ത് കണ്ട ഒരു ദർഭപ്പുല്ല് പറിച്ചെടുത്തിട്ട് ഹനുമാൻ സ്വാമി ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം ഉരുവിട്ടിട്ട് ആ ദർഭപ്പുല്ല് പാശുപതാസ്ത്രമാണെന്ന് മനസ്സിലങ്ങ് സങ്കല്പിച്ചിട്ട് രാക്ഷസനെ ലക്ഷ്യമാക്കി ഒരു ഏറങ്ങട് എറിഞ്ഞു. പാഞ്ഞു ചെന്ന പാശുപതാസ്ത്രം രാക്ഷസന്റെ ഹൃദയത്തിൽ അങ്ങ് തറച്ചങ്ങട് കയറി. 8 നാടും പൊട്ടുന്ന കരച്ചിലോടുകൂടി മലർന്നടിച്ച് വീണ് കയ്യും കാലും ഇട്ട് അടിച്ച് രാക്ഷസൻ അങ്ങ് മരിച്ചു. ഈ അത്ഭുത കാഴ്ച കണ്ടുകൊണ്ടുന്ന ഹനുമാൻ സ്വാമി മറ്റൊരു അത്ഭുതവും കൂടി കണ്ടു. അതാ മലയെ പോലെ മറിഞ്ഞു വീണ് കിടക്കുന്ന ഘോര രാക്ഷസന്റെ ഗാത്രത്തിൽ നിന്ന് ഒരു അത്ഭുതമായിരിക്കുന്ന ഒരു പ്രകാശം അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഹനുമാൻ സ്വാമി അത്ഭുതത്തോടെ നോക്കി നിന്നു. അപ്പോ മഹാ തേജസ്വിയായിരിക്കുന്ന ഒരു ജ്യോതിസ്, ഒരു പ്രകാശം അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം കൈകൾ കൂപ്പി നിന്ന് ഹനുമാൻ സ്വാമിയെ വന്ദിച്ചു. വീര, നിന്റെ ദിവ്യശക്തി കൊണ്ട് നമുക്ക് ശാപമോചനം വന്നിരിക്കുന്നു. ദേവകുമാരൻ നന്ദിയോടുകൂടി നമസ്കരിച്ചു ഹനുമാൻ സ്വാമിയെ. ദേവ, അങ്ങ് ആരാണ്? എപ്രകാരമാണ് ഘോര രാക്ഷസനായി ഭവിക്കാനിടയായത്? ഹനുമാൻ സ്വാമി സംശയത്തോടുകൂടി ദേവകുമാരനോട് ചോദിച്ചു. വീര, നാം ഗന്ധർവകുമാരനാണ്. പ്രായചാബല്യം നിമിത്തം നാം ഒരു തെറ്റു ചെയ്തു. ഒരിക്കൽ ശ്രേഷ്ഠനായ ഒരു മഹർഷിയുടെ പുത്രിയെ വശപ്പെടുത്തുവാനും അപമാനിക്കുവാനും നാം ഒരുമ്പെട്ടു. പുത്രിയുടെ രോദനം കേട്ട് ഓടിയെത്തിയ മഹർഷി ക്രുദ്ധനായി തിരിച്ചറിവില്ലാത്ത ഘോര രാക്ഷസനായി നീ ഭവിക്കുമാറാകട്ടെ എന്ന് നമ്മെ ശപിച്ചു. അപരാധത്തിന് മാപ്പ് യാചിച്ച് ശാമമോചനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നാം അപേക്ഷിച്ചു. ശിവാംശജനായിരിക്കുന്ന ഭക്തൻ നിന്റെ നേരെ ദർഭ ജപിച്ച് പ്രയോഗിക്കുമ്പോൾ ശാപമോചനം സിദ്ധിക്കുമാറാകട്ടെ എന്ന് കരുണാർദ്ര ചിത്തനായ മഹർഷി ശാപമോചന മാർഗമരുളി നമ്മെ അനുഗ്രഹിച്ചു. ശിവാംശജനും ധീരനുമായിരിക്കുന്ന നീ ശാപമോചനം നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. നിനക്ക് സർവമംഗളങ്ങളും സിദ്ധിക്കുമാറാകട്ടെ. കരുത്തനും ഭക്തനും ശിവാംശ സംഭവനുമായിരിക്കുന്ന നിന്നെ
ത്രിലോകങ്ങളും പ്രശംസിക്കുമാറാകട്ടെ. ഹനുമാനെ അനുഗ്രഹിച്ച് ഗന്ധർവകുമാരൻ സന്തോഷത്തോടുകൂടി യാത്ര പോയി. കാട്ടരുവിയിൽ ഇറങ്ങി കുളിച്ച് സന്തോഷത്തോടുകൂടി ഹനുമാൻ സ്വാമി ശ്രീ പരമേശ്വരനെ ധ്യാനിച്ച് പഴങ്ങളെല്ലാം പറിച്ചെടുത്ത് കഴിച്ച് തെളിഞ്ഞ വെള്ളവും കുടിച്ച് ദാഹവും വിശപ്പും ക്ഷീണവും എല്ലാം മാറ്റി സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ യാത്ര തിരിച്ചു. അങ്ങനെ പല വനങ്ങളിലും കൂടി സഞ്ചരിച്ച വീര ഹനുമാൻ സ്വാമി ഒരുപാട് അപൂർവമായിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു. ധാരാളം പുതിയ പുതിയ അനുഭവങ്ങളെല്ലാം ആഞ്ജനേയ സ്വാമി കണ്ടു. മാത്രമല്ല ഒരുപാട് മഹർഷി ശ്രേഷ്ഠന്മാരെയെല്ലാം കണ്ട് അവരുടെ എല്ലാം അനുഗ്രഹങ്ങളെല്ലാം വാങ്ങി സന്തോഷത്തോടെ ഉത്സാഹത്തോടെ എല്ലാ നല്ല നിമിഷങ്ങളും ആനന്ദത്തോടു കൂടി അനുഭവിച്ച് ആസ്വദിച്ച് ഘോര വനത്തിനുള്ളിൽ കൂടി ദേശാടനം ചെയ്തിങ്ങനെ പോവാണ്. പകൽ സമയമായിരുന്നിട്ടും ആദിത്യന്റെ വെളിച്ചം കടന്നു വരാത്ത രീതിയിൽ, അതായത് അത്രയും സൂര്യവെളിച്ചം കടന്നു വരാത്ത രീതിയിൽ ഇരുട്ടായിരിക്കുന്ന രീതിയിലാണ് വൻ വൃക്ഷങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് വളർന്ന് ഇരുട്ട് കയറി തളം കെട്ടിയ കൊടും കാട്ടിൽ ഹനുമാൻ സ്വാമി എത്തിപ്പെട്ടു. തമോവനം എന്നറിയപ്പെടുന്ന ആ കാട്ടിനുള്ളിലൂടെ ജീവന് കൊതിയുള്ള ആരും യാത്ര ചെയ്യില്ല. പകലാണെങ്കിൽ കൂടിയും അവിടെ ഇരുട്ടാണ്. ഹിംസ്ര ജീവികളെല്ലാം ഫ്രീ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന ആ തമോ വനത്തിലെത്തിയ ഹനുമാൻ സ്വാമി ശ്രീ പരമേശ്വര പാതാര വിന്ദങ്ങൾ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് ഓം നമഃശിവായ എന്ന മന്ത്രം ചൊല്ലി വനത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ ആ ബുദ്ധിമുട്ടിയ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നല്ല ശ്മശാന മൂകത, തമോ വനത്തിൽ ഇങ്ങനെ ഒരുമാതിരി ശബ്ദം, പേടിപ്പെടുത്തുന്ന ശബ്ദം. പെട്ടെന്ന് ഒരു ആനയുടെ കരച്ചിൽ കേട്ടു ഹനുമാൻ സ്വാമി. ആ ശബ്ദം എവിടെ നിന്നാണ്? കരളലിയിക്കുന്ന ആ ദുഃഖവിലാപം, ആ വേദനയോടുകൂടിയുള്ള ശബ്ദം എവിടെ നിന്നാണ്? ഹനുമാൻ സ്വാമി ഇങ്ങനെ ചെവി വട്ടം പിടിച്ചു. ഏത് ഭാഗത്തു നിന്നാണ് ആ കരച്ചിൽ കേൾക്കുന്നത്? അകലെ കൊടും കാടിൻ്റെ മധ്യത്തിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നത്. സിംഹരാജാവ് അവൻ്റെ തലയടിച്ചു പൊളിക്കായിരിക്കും. കരകയറാൻ വയ്യാത്ത രീതിയിൽ, അതോ ഇനി വലിയ ആഴമുള്ള കുഴിയിൽ വീണു പോയതാണോ ആന? അതോ സിംഹരാജൻ ഉപദ്രവിച്ച് കാണുമോ? മത്ത ഗജത്തോട് ഒരു ചെറിയ അനുകമ്പ തോന്നി നമ്മുടെ ഹനുമാൻ സ്വാമിക്ക്. എന്തായാലും വളരെ ബുദ്ധിമുട്ടേറിയ ഈ തമോ വനത്തിനുള്ളിലേക്ക് ഞാൻ കടക്കണം, ഹനുമാൻ സ്വാമി ആഗ്രഹിച്ചു. വൃക്ഷങ്ങളുടെ ആ ശിഖരങ്ങൾ, കമ്പുകളും ചില്ലകളും കൊമ്പും എല്ലാം കൂടെ ഇങ്ങനെ തിങ്ങി ഇങ്ങനെ കൂടി നിൽക്കുന്ന ആ വഴിയിലൂടെ ഹനുമാൻ സ്വാമി എല്ലാം മാറ്റി വള്ളിപ്പടർപ്പുകളെല്ലാം മാറ്റി തല്ലി തകർത്ത് ഹനുമാൻ സ്വാമി ഇങ്ങനെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. അപ്പം ആ വഴികളിലെല്ലാം വലിയ മലമ്പാമ്പ് ഇങ്ങനെ വഴിയിലിങ്ങനെ ബുദ്ധിമുട്ട് പോലെ കിടക്കുകയാണ്. തൂങ്ങിപ്പിടിച്ച് അതിനെയെല്ലാം എടുത്ത് പറിച്ച് ദൂരെ എറിഞ്ഞ് ആനയുടെ ശബ്ദം കേട്ട ആ സൈഡിലേക്ക് ഹനുമാൻ സ്വാമി വളരെ പെട്ടെന്ന് ഓടിച്ചെല്ലാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് വനത്തിന് നടുവിലെത്തിയ ഹനുമാൻ സ്വാമി കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ആർത്തനാദം പുറപ്പെടുവിക്കുന്ന ആ കാട്ടാനയെ കണ്ടുമുട്ടി. പിൻകാലുകൾ, അതായത് ആനയുടെ ബാക്കിലെ കാലുകൾ ജലാശയത്തിൽ കുരുങ്ങി നിൽക്കുകയാണ്. മുൻകാലുകൾ രണ്ടും കരയിൽ കയറ്റി വെച്ച് തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന കാട്ടാന ജീവൻ പോകുന്ന വേദനയിലാണ് കരയുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിന് ജലാശയത്തിൻ്റെ അരികിലെത്തിയ ഹനുമാൻ സ്വാമി ആ ജലത്തിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. ഭീകരിയായിരിക്കുന്ന ഒരു മുതല ഗജേന്ദ്രന്റെ പിൻകാലിൽ തന്നെ ഇങ്ങനെ കടിച്ചു പിടിച്ച് ആനയെ ഇങ്ങനെ ജലത്തിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. ആ നക്രത്തിൻ്റെ ശക്തിയേറിയ, നക്രം എന്ന് പറഞ്ഞാൽ മുതലയുടെ ശക്തിയേറിയ മരണപ്പിടിയിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാതെ വിഷമിക്കുന്ന ആ ആന ചിഹ്നം വിളിക്കുകയാണ് കരഞ്ഞുകൊണ്ട്.
മുതലയുടെ കൂർത്ത പല്ലുകൾ തുളച്ച് കയറി ആനയുടെ പിൻകാലിൽ നിന്ന് രക്തമങ്ങ് ഒലിച്ചിറങ്ങിയിട്ട് ആ ജലാശയം മുഴുവൻ ഇങ്ങനെ ചുവന്നിരിക്കുകയാണ്. ആ കാട്ടാനയുടെ ദുരവസ്ഥ കണ്ട് ഹനുമാൻ സ്വാമിക്ക് അലിവ് തോന്നി. ശരി, ഇനി മുതലയുമായി നേരിട്ട് ഈ ആനയെ മോചിപ്പിക്കണം. ഹനുമാൻ സ്വാമി തീരുമാനിച്ചു. ഒട്ടനെ ഹനുമാൻ സ്വാമി ജലത്തിലേക്ക് അങ്ങ് എടുത്ത് ചാടി. മുതലയുടെ നീണ്ടു തടിച്ച വാലിൽ പിടികൂടിയ ഹനുമാൻ സ്വാമി ശക്തിയോടെ മുതലയെ ഇങ്ങോട്ട് പിന്നോട്ട് വലിച്ചു. ഹനുമാന്റെ ആ പിടിവലിയിൽ മുതലയോടൊപ്പം ആനയും പിന്നോട്ട് പോന്നു. വലിക്കുന്നത് അപകടമാണ്. ആന പടുകുഴിയിൽ വീണേക്കുവാൻ സാധ്യതയുണ്ട്. മുതലയുടെ വാലിൽ നിന്ന് പിടിവിട്ട് ഹനുമാൻ സ്വാമി അതിൻ്റെ തലയ്ക്ക് പിടികൂടി. ശക്തിയേറിയ കൈകൾ കൊണ്ടുള്ള ആ പിടിയിൽ മുതലയുടെ വായ 2 ഭാഗത്തേക്കും അങ്ങോട്ട് വലിച്ചു കീറി. ഉടനെ മുതലയുടെ വായിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. ആനയുടെ കാലിൽ നിന്ന് പിടിവിട്ട മുതല ദേഷ്യത്തോടെ അങ്ങ് ഹനുമാൻ സ്വാമിയുടെ നേരെ തിരിഞ്ഞു. വായും പിളർന്ന് ആഞ്ജനേയ സ്വാമിയെ ലക്ഷ്യമാക്കി പാഞ്ഞെടുത്ത മുതല ഹനുമാനെ വിഴുങ്ങാൻ തുടങ്ങി. കരുത്തനായ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? മുഷ്ടികൾ ചുരുട്ടി ആ മുതലയുടെ തലക്കിട്ട് 4 കുത്തുകുത്തി. അടി കിട്ടി. മുതലയുടെ കൂർത്ത പല്ലുകളെല്ലാം പൊഴിഞ്ഞ് ജലാശയത്തിൽ വീണുപോയി പല്ലുകളൊക്കെ. മുതല പിൻവാങ്ങാൻ, എന്നാൽ അതിൽ നിന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നില്ല മുതല. അത് വീണ്ടും ദേഷ്യത്തോടു കൂടി ഹനുമാൻ സ്വാമിയുടെ നേരെ ചെന്നു. മുതലയുടെ വാലിൽ പിടികൂടിയ ഹനുമാൻ സ്വാമി അതിനെ വലിച്ചു പൊക്കിയെടുത്ത് കരയിലോട്ടിട്ട് മുതലയെ. എന്നിട്ട് അതിൻ്റെ തല നോക്കി വീണ്ടും 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 വാലിൽ പിടിച്ചിട്ട് തറയിലിട്ട് അടിച്ച് തുണി കഴുകുന്നത് പോലെ അടിച്ച് 4 അടി കൊടുത്തു. അതിനെ തറയിൽ ആഞ്ഞടിച്ച് കൊന്നു കളഞ്ഞു. അടുത്ത നേരം മുതൽ അപ്രത്യക്ഷമായി പോയി. അതിനു പകരം സർവാലങ്കാരഭൂഷിതയായ ഒരു ദേവകന്യക ആ സ്ഥാനത്ത്, മുതലയുടെ സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു. നന്ദിയോടുകൂടി വീര ഹനുമാന്റെ മുൻപിൽ വന്ദിച്ചു നിന്നു. ഉടനെ ഹനുമാൻ സ്വാമി ചോദിച്ചു, ദേവകന്യകേ, നീ ആരാണ്? ക്രൂരനായിരിക്കുന്ന ഭീകര നക്രമായി ഭവിക്കുവാനുള്ള കാരണം എന്താണ്? അപ്പോ ആ കന്യക പറഞ്ഞു, ഞാൻ നർത്തകിമാരിൽ ഒരുത്തിയായ അംബാലിക എന്ന കന്യകയാണ്. ഒരിക്കൽ സഖിമാരുമൊത്ത് മാനസ സരോവര തീരത്ത് ഉല്ലാസത്തോടുകൂടി ക്രീഡകൾ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മഹർഷിമാരുടെ സ്വൈര്യതയ്ക്ക് ഭംഗമേർപ്പെടാറുമാറ് ആടുകയും പാടുകയും ചെയ്തു. സ്വൈര്യത നഷ്ടപ്പെട്ട താപസവര്യന്മാർ അവിടെ നിന്ന് പോകുവാൻ പല പ്രാവശ്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടു. മുനിശാപം ഭയന്ന് മറ്റുള്ള സഖിമാർ എല്ലാം പിരിഞ്ഞുപോയി. പക്ഷെ അവിടെ നിന്ന് പോകുവാൻ കൂട്ടാക്കാത്ത ഞാൻ വീണ്ടും വീണ്ടും ആടിയും പാടിയും ഉല്ലസിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. ക്ഷുഭിതനായ ഒരു മഹാമുനി, സ്വയം അറിയാതെയും പറഞ്ഞിട്ടും മനസ്സിലാക്കാതെയും തോന്നിവാസം പ്രവർത്തിക്കുന്ന ധിക്കാരിയായ നീ ക്രൂര നക്രമായി ഭവിച്ച് തമോവനത്തിലെ പടുകുഴിയിൽ വീഴുമാറാകട്ടെ എന്ന് എന്നെ ശപിച്ചു. മുനിശാപം ശ്രവിച്ച് ദുഃഖിതയായ ഞാൻ ശാപമോചനമരുളി എന്നെ രക്ഷിക്കണമേ എന്ന് ആ താപസ വീരന്റെ പാദം നമിച്ചു. ഖേദത്തോടുകൂടി ആവശ്യപ്പെട്ടു. വായുദേവന്റെ സഹായത്തോടെ ശ്രീ പരമേശ്വരാംശം വാനര സ്ത്രീയുടെ പുത്രനായി ജനിക്കുമ്പോൾ വീരയോദ്ധാവായ അവൻ ലോകസഞ്ചാരണത്തിനായി പുറപ്പെടുന്ന സമയത്ത് അപ്പോൾ തമോ വനത്തിലെത്തുന്ന ആ വീരൻ പടുകുഴിയിൽ കിടക്കുന്ന നിനക്ക് ശാപമോചനം നൽകുന്നതാണ് എന്ന് ശാപമോചനവും നൽകി. മഹാവീര, അങ്ങയുടെ കൃപ കൊണ്ട് ശാപമോചനം സിദ്ധിച്ച ഈ ഉള്ളവൾ ധന്യയാണ്. ജലാശയത്തിൽ ക്രൂരനക്രമായി കിടന്ന എനിക്ക് ശാപമോചനം നൽകിയ അങ്ങേക്ക് ജലാശയങ്ങളിൽ കിടന്ന് യാതൊരുവിധ ആപത്തുകളും സംഭവിക്കുന്നതല്ല. എനിക്ക് വിട നൽകിയാലും. അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് ആ അനുഗ്രഹവും കൊടുത്ത്
വിജയവീരനായിരിക്കുന്ന ഹനുമാൻ സ്വാമി പിതാവായ വായുദേവൻ നൽകിയ ഉപദേശമനുസരിച്ച് കിഷ്കിന്ധാപുരിയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അനേകം മലകളും വനങ്ങളും കാട്ടരുവികളും പിന്നിട്ട ഹനുമാൻ സ്വാമി കിഷ്കിന്ധയുടെ അതിർത്തിയിലുള്ള വനത്തിലെത്തിച്ചേർന്നു. കാടിൻ്റെ മധ്യഭാഗം അങ്ങനെ ഇളകി മറിയാണ്. വന്യമൃഗങ്ങൾ ഘോരഘോരമായി അലറുന്ന ശബ്ദം കേട്ട് ഹനുമാൻ സ്വാമി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താ ഇതിനുള്ള കാരണം? ഉയരമുള്ള ഒരു മരത്തിൻ്റെ ഒരു മലയുടെ മുകളിൽ കയറി ഇങ്ങനെ ശ്രദ്ധിച്ചു. എന്താ ഇതിന് മാത്രം കാടുകൾ ഇളകാൻ കാരണം? വ്യാഘ്രങ്ങളും കാട്ടാനകളും കൂട്ടം കൂട്ടമായി കൂടി നിന്ന് ഒരു വാനര വീരനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. ഒരു വാനരനെ ആക്രമിക്കാൻ വേണ്ടി ആ കാട്ടിലുള്ള എല്ലാ വന്യമൃഗങ്ങളും കൂടി നിൽക്കുകയാണ്. ഏകനായി കാട്ടുമൃഗങ്ങളുമായി ഏറ്റുമുട്ടി യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന ആ വാനര വീരൻ കാട്ടുമൃഗങ്ങൾക്കും വിട്ടുകൊടുക്കുന്നില്ല. അവയൊക്കെ ഇടിച്ചും അടിച്ചും എല്ലാം പൊക്കിയെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞുമൊക്കെ ഈ വാനര വീരനും യുദ്ധം ചെയ്യുന്നുണ്ട് മൃഗങ്ങളോട്. ആരായിരിക്കും ഈ വാനര വീരൻ? വഴിതെറ്റി വനമധ്യത്തിൽ വന്ന് പെട്ടതായിരിക്കൂ. കൂട്ടം കൂട്ടമായി നിന്ന് ആക്രമിക്കുന്ന ദുഷ്ടമൃഗങ്ങളെയൊക്കെ ഒരുപാട് നേരം നിന്ന് യുദ്ധം ചെയ്യുവാൻ ആ കവിവീരന് സാധിക്കൂ? അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ആയുധങ്ങളും ഇല്ലല്ലോ. അവൻ വളരെയധികം ക്ഷീണിക്കുന്നു. അവനെ സഹായിക്കേണ്ടത് തൻ്റെ ധാർമ്മികമായ കർത്തവ്യമാണ്. ആര് ചിന്തിച്ചു? ഹനുമാൻ സ്വാമി ചിന്തിച്ചു. തൻ്റെ വിചാരം പ്രാവർത്തികമാക്കാൻ വേണ്ടി, അതായത് ആ ചിന്തിച്ച ചിന്ത നടപ്പിലാക്കാൻ വേണ്ടി ആഞ്ജനേയ സ്വാമി പെട്ടെന്ന് അങ്ങോട്ട് ചാടിയെടുത്തു ആ വാനരവീരൻ്റെ അടുത്തേക്ക്. ആ സമയത്ത് കാട്ടുമൃഗങ്ങളുമായി ഘോരഘോര യുദ്ധം ചെയ്ത വാനരവീരന്റെ ആ ഒരു ആത്മധൈര്യം കണ്ട് കാടിന്റെ നടുവിലെത്തിയ ആഞ്ജനേയ സ്വാമി അത്ഭുതപ്പെട്ട് നിൽക്കുക. വ്യാഘ്രങ്ങളെയും കാട്ടാനകളെയും എത്ര ലാഘവത്തോടെ നിസാരമായിട്ടാണ് ഈ വാനരവീരൻ കൈകാര്യം ചെയ്യുന്നത്. ഇവന്റെ ചങ്കൂറ്റം അത്ഭുതം തന്നെ. കാട്ടാനകളെയൊക്കെ പൊക്കിയെടുത്ത് ദൂരെ വലിച്ചെറിയുന്ന ഈ സാഹസികൻ അമിത ബലശാലി തന്നെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കരുത്തനായിരിക്കുന്ന ഈ വാനരവീരൻ ആരുമായി കൊള്ളട്ടെ, ഇവനെ ഞാൻ സഹായിക്കും, നമ്മുടെ ഹനുമാൻ സ്വാമി തീരുമാനിച്ചു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ വലിപ്പം ഒരു 10 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ട് ചാടി അങ്ങ് ഗർജിച്ചുകൊണ്ട് ചാടി നിന്നു. ആ ഹനുമാൻ സ്വാമിയുടെ ഗർജനം കേട്ട് ആ വനം മുഴുവൻ അങ്ങ് പേടിച്ചു പോയി. സിംഹരാജന്റെ ഗർജനം കേട്ട പോലെ കാട്ടാനകളും വ്യാഘ്രങ്ങളും ഒക്കെ പേടിച്ചരണ്ടു നിൽക്കുകയാണ്. ഹനുമാന്റെ ഗർജനം കേട്ട് യുദ്ധം ചെയ്തുകൊണ്ട് നിന്ന വാനര വീരനും പെട്ടെന്ന് അങ്ങ് സ്തംഭിച്ചു പോയി. എന്താ ഇത്ര ശബ്ദം? ആവേശത്തോടുകൂടി ഒരിക്കൽ കൂടെ അത്യുഗ്രമായി ഗർജിച്ചുകൊണ്ട് ആഞ്ജനേയ സ്വാമി വന്യമൃഗങ്ങളുടെ നടുക്കിലേക്ക് അങ്ങ് അടിച്ചു കുതിച്ചങ്ങോട്ട് നിന്നു. പേടിച്ചു നിന്ന പല മൃഗങ്ങളും ഭീമാകാരനായിരിക്കുന്ന ഹനുമാൻ സ്വാമിയെ കണ്ടതോടെ പേടിച്ചു വരണ്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ഓടി ഒളിച്ചു. കുറച്ച് മൃഗങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതിനെയെല്ലാം പിടിച്ച് ഹനുമാൻ സ്വാമി ഒരൊറ്റ ഏറ് കൊടുത്തു. പല ഭാഗങ്ങളിലേക്ക് മൂക്കോടെ വലിച്ചെറിഞ്ഞു. കൊമ്പും കുലുക്കി തല ഉയർത്തി തുമ്പിക്കരങ്ങളും കൊണ്ട് വന്ന് ചിഹ്നം വിളിച്ചു വന്ന് ആക്രമിക്കാൻ വന്ന കാട്ടാനകളുടെ നേരെ ഹനുമാൻ സ്വാമി ചാടി അതിൻ്റെ പുറത്ത് കയറി ആ കാട്ടാനകളുടെ മസ്തകം നോക്കി ഇടിച്ചു എന്നാ പറയുന്നത്. തല നോക്കി ഇടിച്ച് അവയെല്ലാം ഒരു രക്ഷയില്ലാത്ത പോലെ തളർത്തിക്കളഞ്ഞു. പെട്ടെന്ന് വന്ന ആ മിന്നൽ പോലെ വന്ന ആക്രമണത്തില് ചിഹ്നം വിളിച്ചുകൊണ്ട് ആനകളെല്ലാം പിന്തിരിഞ്ഞോടി. വ്യാഘ്രങ്ങളെല്ലാം വാലുകൾ താഴ്ത്തി പിൻകാലുകൾ തിരികെ വെച്ച് പേടിച്ച് 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 കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. തൻ്റെ വിജയത്തിൽ ഉത്സാഹത്തോടുകൂടി ഹനുമാൻ സ്വാമി ഒരു വട്ടം കൂടി അങ്ങ് ഗർജിച്ചു. വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ ആടി ഉലഞ്ഞു. വൃക്ഷങ്ങളുടെ ഇലകളും കായ്കളും പഴങ്ങളും എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു വീണു. ഹനുമാൻ സ്വാമിയുടെ അത്ഭുത ശക്തികൾ കണ്ട വാനര വീരൻ അത്ഭുതപ്പെട്ടു.
ഞാൻ ഈ കാണുന്നത് സ്വപ്നമാണോ, യാഥാർത്ഥ്യമാണോ? ആ വാനരവീരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്തൊരു ആകാര സൗഷ്ഠവം, എന്തൊരു ശക്തി! അത്ഭുതകരമായിരിക്കുന്ന വീരധീര പരാക്രമങ്ങളുള്ള ഈ ശൗര്യവാൻ ആരായിരിക്കും? കാട്ടുമൃഗങ്ങളുമായി നീണ്ട നേരം യുദ്ധം ചെയ്ത് അവശനായിരിക്കുന്ന വാനരവീരൻ ഭയഭക്തിയോടുകൂടി ആഞ്ജനേയ സ്വാമിയുടെ അടുത്ത് വന്ന് 2 കൈകളും കൂപ്പിക്കൊണ്ട് നന്ദിയും സന്തോഷവും പറഞ്ഞു. വീര, അങ്ങ് ആരാണ്? ദൈവദൂതനെ പോലെ വനമധ്യത്തിൽ പാഞ്ഞെത്തി അവശനായിരിക്കുന്ന എന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ നന്ദി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അങ്ങ് ആരാണ്? വാനരവീരൻ അത്ഭുതത്തോടുകൂടി വീരഹനുമാനോട് ചോദിച്ചു. അപ്പോൾ ഹനുമാൻ സ്വാമി പറഞ്ഞു, നാം അഞ്ജനാപുത്രനായിരിക്കുന്ന ആഞ്ജനേയനാണ്. എന്നോട് സ്നേഹമുള്ളവർ എന്നെ ഹനുമാൻ എന്നും വായുപുത്രൻ എന്നും വിളിക്കാറുണ്ട്. താങ്കൾ ആരാണ്? ഈ വനാന്തരത്തിൽ ഏകനായി വരാനുള്ള കാരണം എന്താണ്? അപ്പൊ വാനരവീരൻ പറഞ്ഞു, കിഷ്കിന്ധ്യാധിപനായിരിക്കുന്ന ബാലി മഹാരാജാവിന്റെ അനുജനായിരിക്കുന്ന സുഗ്രീവനാണ് ഞാൻ. മായാവി എന്നൊരു ക്രൂര രാക്ഷസനുണ്ട്. അവനുമായി ഞങ്ങൾ ബന്ധശത്രുതയിലാണ്. രാത്രികാലങ്ങളിൽ കിഷ്കിന്ധ്യയിലെത്തുന്ന മായാവി എന്ന രാക്ഷസൻ പല അതിക്രമങ്ങളും ചെയ്ത് രാജ്യത്തിന്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തുക പതിവാണ്. വനാന്തരങ്ങളിൽ അലയുന്ന അവനെ തേടി കണ്ടുപിടിച്ച് വകവരുത്തുവാൻ വേണ്ടി ചേട്ടനും ഞാൻ സൈന്യവുമൊത്ത് ഇന്നലെ രാത്രിയിൽ ഈ വനത്തിൽ പ്രവേശിച്ചതാണ്. 2 പിരിഞ്ഞ ഞങ്ങൾ 2 ഭാഗങ്ങളിലായി തെരച്ചിൽ ആരംഭിച്ചു. അവസാനം വളരെ വൈകി മായാവി എന്ന രാക്ഷസൻ എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ അവനുമായി ഏറ്റുമുട്ടി ഘോരമായി യുദ്ധം ചെയ്തു. പക്ഷെ അവനെ വധിക്കുവാൻ എനിക്ക് സാധിച്ചില്ല. എൻ്റെ കൂടെയുണ്ടായിരുന്ന സകല വീരന്മാരെയും വധിച്ച മായാവി, ഭീരുവായ നിന്നെ വധിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ലെന്നും വീരനായ ബാലിയെയാണ് ഞാൻ ഉന്നം വച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് ബാലിയെ ഇത് പറഞ്ഞ് ധരിപ്പിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് പരിഹസിച്ച് അപ്രത്യക്ഷനായിരിക്കുകയാണ്. മായാവിയുമായി യുദ്ധം ചെയ്ത് അവശനായി നിന്നപ്പോഴാണ് കാട്ടുമൃഗങ്ങൾ എന്നെ ആക്രമിച്ചതും ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെട്ട അങ്ങ് എന്നെ ആപത്തിൽ നിന്ന് രക്ഷിച്ചതും. തക്ക സമയത്തെത്തി എൻ്റെ ജീവൻ രക്ഷിച്ച അങ്ങയോട് എനിക്ക് ഏറെ കടപ്പാടുണ്ട്. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, സുഗ്രീവ, ഇത് ആരംഭം മാത്രമാണ്. നാം തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തുടക്കമാണ് സുഗ്രീവ ഇത്. അപ്പോ സുഗ്രീവൻ പറഞ്ഞു, അങ്ങ് എന്താ പറയുന്നത്? അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ആത്മബന്ധമോ? അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, കാലം നമ്മെ എല്ലാം പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഗുരുനാഥനാണ്. അതുപോട്ടെ, മായാവി പറഞ്ഞ രാക്ഷസൻ അവൻ അത്രയ്ക്ക് ശക്തനാണോ? അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, അതിശക്തനാണ്. എൻ്റെ അഗ്രജനായ ബാലിയെ കൊണ്ട് മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹനുമാൻ സ്വാമി ചോദിച്ചു, എന്നാരാണ് പറഞ്ഞത്? അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, ആരും പറയണമെന്നില്ലല്ലോ. ശക്തിയുടെ ഉറവിടമെന്ന് പറയാവുന്ന ഏക ധീരൻ എൻ്റെ ജ്യേഷ്ഠൻ ബാലി മാത്രമാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന ഞാനായിരിക്കാനേ സാധ്യതയുള്ളൂ. സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് ധീരനായ ഹനുമാൻ സ്വാമി പൊട്ടിച്ചിരിച്ചു. അങ്ങ് എന്താണ് ചിരിക്കുന്നത്? സുഗ്രീവൻ ചോദിച്ചു. ഹനുമാൻ സ്വാമി, ഹേയ്, ഒന്നുമില്ല. ധാരണകൾ പലപ്പോഴും സത്യമാവുക പതിവല്ല. അപ്പൊ സുഗ്രീവൻ ചോദിച്ചു, എന്ന് വെച്ചാൽ? എനിക്ക് മനസ്സിലായില്ല അങ്ങ് പറഞ്ഞത്. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, മായാവിയെ പോലെ 10 മായാവികളെ ഒപ്പം വധിക്കുവാൻ ശക്തിയുള്ള മഹാവീരന്മാർ ഈ ഭൂതലത്തിൽ കാണും സുഗ്രീവ. സുഗ്രീവൻ ചോദിച്ചു, അപ്പോൾ മായാവിയെ വധിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കുമെന്നാണോ പറയുന്നത്? അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, എന്നു ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരാളെ കൊണ്ട് മാത്രം ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്നത് ശരിയായിരിക്കുവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഹനുമാൻ സ്വാമിയുടെ ഈ വാക്കുകൾ കേട്ടപ്പം ആഞ്ജനേയ സ്വാമിയുടെ യുക്തിപരമായ വർത്താനങ്ങൾ കേട്ട് അദ്ദേഹം വെറും വീരൻ മാത്രമല്ല, തികഞ്ഞ ബുദ്ധിമാൻ കൂടിയാണെന്ന് സുഗ്രീവന് മനസ്സിലായി. വീണ്ടും പലതും ഇങ്ങനെ മാരുതിയോട്, ഹനുമാൻ സ്വാമിയോട് ചോദിച്ച് മനസ്സിലാക്കണമെന്ന് നമ്മുടെ
അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, സന്ദർഭോചിതമായി വളരുവാനും പൂർവസ്ഥിതിയെ പ്രാപിക്കുവാനും അഭ്യസിച്ചിട്ടുള്ള താങ്കളുടെ വിശ്വരൂപം ദർശിക്കണമെന്ന് അടിയൻ അതിയായ മോഹമുണ്ട്. ഇപ്രകാരമാണ് താങ്കൾ ഈ അത്ഭുത ശക്തികളെല്ലാം നേടിയെടുത്തത്. അപ്പൊ ഹനുമാൻ സ്വാമി പറഞ്ഞു, സുഗ്രീവ, നിത്യാഭ്യാസത്തിൽ കൂടിയും മനോനിഷ്ഠയിൽ കൂടിയും ഭക്തിവിശ്വാസങ്ങളിൽ കൂടിയും നേടിയെടുക്കുവാൻ സാധിക്കാത്തതായി യാതൊരു ശക്തികളും ഈ ഭൂമണ്ഡലത്തിൽ ഇല്ല. മനോബലമുള്ളവൻ കായബലമുള്ളവനാണ്. യഥാർത്ഥ ദൈവഭക്തിയുള്ളവൻ പരമോന്നതനാണ് സുഗ്രീവ. അപ്പൊ സുഗ്രീവൻ പറയണ, ആഹാ, അത്ഭുതകരമായിരിക്കുന്ന അങ്ങയുടെ അറിവിന് മുമ്പിൽ അങ്ങയെ സന്ധിക്കുവാനുള്ള സൗഭാഗ്യം സിദ്ധിച്ച ഞാൻ പരമഭാഗ്യവാനാണ്. അതിന് ഈ ഉള്ളവൻ ഏത് രീതിയിലാണ് നന്ദി പറയേണ്ടത്? അപ്പൊ ഹനുമാൻ സ്വാമി പറയാം, നന്ദിയും വിശ്വാസവും പ്രകടിപ്പിക്കേണ്ടത് സകല ചരാചര സംരക്ഷകനായിരിക്കുന്ന സാക്ഷാൽ ശ്രീ പരമേശ്വരനോടാണ്. സുഗ്രീവ, താങ്കളും ഞാനും സന്ധിക്കണമെന്നുള്ളത് വിധിയാണ്, ഈശ്വര സങ്കല്പിതമാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് കാലത്തിന്റെ ചില കളികളുടെ ആരംഭം മാത്രമാണ്. നമ്മുടെ ഈ സൗഹൃദ ബന്ധത്തിൽ കൂടി എത്രയോ മഹത്തായ കാര്യങ്ങൾ കാണുവാനുണ്ട്. അങ്ങ് വിശ്വസിക്കൂ. താങ്കൾ ക്ഷീണിതനാണ് സുഗ്രീവ, വിശ്രമിക്കൂ. അവശതകൾ അകന്നതിനു ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം. അപ്പോ സുഗ്രീവൻ പറഞ്ഞു, പോരാ സുഹൃത്തെ, എനിക്ക് അങ്ങയിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കുവാൻ ആഗ്രഹമുണ്ട്. മാത്രവുമല്ല, അങ്ങയുടെ ദിവ്യരൂപം ദർശിക്കണമെന്ന് അത്യധികം ആഗ്രഹമുണ്ട്. ദയവായി ആ മോഹം സഫലീകരിച്ചു തരാനുള്ള മനസ്സുണ്ടായാലും. അങ്ങനെ സുഗ്രീവന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? ഒരു വലിയ ഉന്നതമായിരിക്കുന്ന മലയുടെ മുകളിൽ പാഞ്ഞു കയറി ചെന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഗർജിച്ചു. കാടും മലയും വന്യമൃഗങ്ങളും പറവകളുമെല്ലാം അങ്ങ് ഞെട്ടി വിറച്ചു. സുഗ്രീവന്റെ ഇടനെഞ്ചു പോലും അല്പസമയത്തേക്ക് അങ്ങ് വിറച്ചുപോയി. ഹനുമാൻ സ്വാമി അങ്ങ് വളർന്നു. വീണ്ടും 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 പിന്നെയും 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 വളർന്നു. ആകാശം മുട്ടും പോലെ ഭീമാകാരനായി ഹനുമാൻ സ്വാമി അങ്ങ് വളർന്ന് ആ ഉഗ്രപ്രതാപരൂപം കണ്ട സുഗ്രീവന് തല ചുറ്റുന്നത് പോലെ തോന്നി. കണ്ണുകളെല്ലാം മഞ്ഞളിച്ച് ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അടുത്ത് കണ്ട വലിയ വൻ വൃക്ഷത്തിലങ്ങ് സുഗ്രീവൻ ആയാസത്തോടു കൂടി പേടിച്ച് കെട്ടിപ്പിടിച്ചു നിന്നു.
ഉടനെ സുഗ്രീവൻ പറഞ്ഞു, ആഞ്ജനേയ നിർത്തൂ, മതിയാക്കൂ, ഇനിയും വളരരുതേ, എനിക്ക് തല ചുറ്റുന്നു ആഞ്ജനേയ, ശ്വാസം മുട്ടുന്നു, പൂർവ്വരൂപം പ്രാപിക്കൂ ആഞ്ജനേയ. ഭയം കൊണ്ട് വിറങ്ങലിച്ച് സുഗ്രീവൻ അങ്ങ് അത്യുച്ചത്തിൽ വിളിച്ചു പറയാണ്, നിർത്തൂ ആഞ്ജനേയ, നിർത്തൂ. ഉടനെ നമ്മുടെ ആഞ്ജനേയ സ്വാമി പഴയ പോലെ ആയിട്ട് ഓടി സുഗ്രീവന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ആഞ്ജനേയ സ്വാമി സുഗ്രീവനെ സമാധാനിപ്പിച്ച് അദ്ദേഹത്തിന്റെ നെറുകയിൽ ഒരു ഉമ്മ കൊടുത്തു. ഇനി ഒരിക്കലും എന്നെ വിട്ട് പിരിയരുതേ, സുഗ്രീവൻ ചോദിച്ചു. വായുപുത്രനായ വീരഹനുമാന്റെയും ബാലി സഹോദരനായ സുഗ്രീവന്റെയും ആത്മബന്ധം ആ കാട്ടിനുള്ളിൽ വെച്ച് തുടക്കം കുറിച്ചു. സുദൃഢമായിരിക്കുന്ന ആ മൈത്രീ ബന്ധം അനേകം സത്കൃത്യങ്ങൾക്ക് ആസന്ന ഭാവിയിൽ കളമൊരുക്കി. കിഷ്കിന്ധ്യയിലേക്ക് തന്നോടൊപ്പം വരണമെന്ന് സുഗ്രീവൻ ആത്മാർത്ഥമായി ഹനുമാൻ സ്വാമിയോട് അപേക്ഷിച്ചു. ഹനുമാൻ സ്വാമി അത് സ്വീകരിച്ചു. അവിടെ തുടങ്ങി നമ്മുടെ സുഗ്രീവനും ഹനുമാൻ സ്വാമിയുമായിട്ടുള്ള ആത്മബന്ധം. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ അതിൻ്റെ പാട്ടിനിങ്ങനെ പോവാണ്. കുറേ കാലങ്ങൾ കഴിഞ്ഞു. വൈകുന്നേരമായി. ഒരു ദിവസം സന്ധ്യയായി. വിശ്രമവും നോക്കിക്കൊണ്ട് നമ്മുടെ സൂര്യദേവനും പോയി. രാത്രിയായി. പാറി പറന്ന് നടന്ന പക്ഷികളെല്ലാം മരത്തിൽ പോയി ചേക്കേറി. എത്രയും പെട്ടെന്ന് കിഷ്കിന്ധ്യയിൽ എത്തിച്ചേരണം, സമയമേറെ വൈകിയിരിക്കുന്നു, സുഗ്രീവന് തോന്നി. സുഗ്രീവൻ പറഞ്ഞു, ആഞ്ജനേയ, കിഷ്കിന്ധ്യയിലേക്കുള്ള യാത്ര തുടങ്ങിയാലോ? ഹനുമാൻ സ്വാമി പറഞ്ഞു, സുഗ്രീവ, അങ്ങ് ക്ഷീണിതനാണ്. വിശപ്പും ദാഹവും തീർന്ന് ഈ രാത്രിയിൽ ഇവിടെ വിശ്രമിച്ചതിന് ശേഷം രാവിലെ പോകുന്നതല്ലേ നല്ലത്. അപ്പൊ സുഗ്രീവൻ ചോദിക്കുകയാണ്, ഈ വനാന്തരത്തിലോ, ഈ കാട്ടിലോ? ദേഹശുദ്ധി വരുത്താനും ദാഹിക്കുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുവാനും ഒരു കാട്ടരുവി പോലും ഈ പ്രദേശത്തില്ല. പിന്നെ എപ്രകാരമാണ് ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ കഴിച്ചു കൂട്ടുന്നത്? ഹനുമാൻ സ്വാമി പറഞ്ഞു, വിഷമിക്കേണ്ട, മാനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്നാണ് സിദ്ധാന്തം. അങ്ങ് എൻ്റെ ചുമലിൽ കയറിക്കോളൂ, ജലവും ആഹാരവും ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ദിവ്യനും തൻ്റെ ആത്മസുഹൃത്തുമായിരിക്കുന്ന ഹനുമാന്റെ തോളിൽ കയറി സുഗ്രീവൻ അങ്ങനെ ഇരിക്കുന്നത് ശരിയാണോ? സുഗ്രീവന് തോന്നി അത് ശരിയല്ല. അപ്പൊ സുഗ്രീവൻ പറഞ്ഞു, അയ്യോ, ഞാൻ അങ്ങയുടെ ചുമലിൽ കയറി ഉപവിഷ്ടനാകാനോ? വേണ്ട വേണ്ട, ഞാൻ അങ്ങയോടൊപ്പം നടന്നോളാം. അപ്പൊ ഹനുമാൻ സ്വാമി പറയണ, സുഗ്രീവ, ആത്മാർത്ഥമായ ബന്ധങ്ങൾക്ക് വലിപ്പ ചെറുപ്പമൊന്നുമില്ല, സ്ഥാനമാനങ്ങളോ ഭാവിക്കേണ്ട കാര്യമില്ല. അങ്ങ് വളരെ ക്ഷീണിതനാണ്. അങ്ങയെ സഹായിക്കേണ്ടത് സുഹൃത്തായ എൻ്റെ കർത്തവ്യമാണ്. ദയവു ചെയ്ത് എൻ്റെ തോളിൽ ഉപവിഷ്ടനായിക്കോളൂ. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ കർത്തവ്യം നിർവഹിക്കാൻ എനിക്ക് അവസരം നൽകൂ സുഗ്രീവ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ ഉപദേശങ്ങൾ കേട്ട് സുഗ്രീവന്റെ കണ്ണുകളിൽ നിന്ന് ഇങ്ങനെ കണ്ണീർ വരാൻ തുടങ്ങി. ആഹാ, എത്ര ഉദാരമഹസ്കനാണ് ഈ മഹാൻ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല സുഗ്രീവൻ. അദ്ദേഹം ഹനുമാന്റെ തോളിൽ കയറി അങ്ങിരുന്നു. സുഗ്രീവനെയും ചുമലിൽ വെച്ച് തോളിൽ വെച്ചുകൊണ്ട് ഹനുമാൻ സ്വാമി ആകാശത്തിലൂടെ ഒരു പറവയെ പോലെ അങ്ങ് പറക്കാൻ തുടങ്ങി. ആ ഹനുമാൻ സ്വാമിയുടെ മാരുതിയുടെ അപാരമായ കഴിവിൽ അത്ഭുതപ്പെട്ട് സുഗ്രീവൻ ചിന്തിക്കുകയാണ്, ശ്രേഷ്ഠനായിരിക്കുന്ന ഒരു സുഹൃത്തിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. വളരെ വളരെ സുഗ്രീവൻ സന്തോഷിച്ചു. അങ്ങനെ കാട്ടരുവി കാണുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് മെല്ലെ ഹനുമാൻ സ്വാമി സുഗ്രീവന്റെ കൂടെ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി. ശരീരം ഒക്കെ ശുദ്ധി വരുത്താൻ വേണ്ടി അവർ കുളിച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഇനി വിശപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ കണ്ണുകൾ കൊണ്ട് ആ വനം മുഴുവനൊന്ന് നോക്കി.
ആ, അതാ നിൽക്കുന്നു ആയിരക്കണക്കിന് പഴമുള്ള ചൂതവൃക്ഷം. സുഗ്രീവനെയും കൂട്ടിക്കൊണ്ട് ഹനുമാൻ സ്വാമി നേരെ ആ ചൂതവൃക്ഷത്തിൻ്റെ അടുത്തെത്തി. ഹനുമാൻ സ്വാമി ബലിഷ്ഠമായിരിക്കുന്ന കരതാരത്തിലെ ഒരു വിരൽ കൊണ്ട്, ആ ഒരൊറ്റ വിരൽ കൊണ്ട് ആ ചൂതവൃക്ഷത്തെ ഒന്ന് ഇളക്കി. അടുത്ത നേരം മാമ്പഴങ്ങൾ അങ്ങനെ വീഴാൻ തുടങ്ങി. ഹോ, എന്തൊരു ശക്തിയാണ് ഈ മഹാബലിഷ്ഠന്! സുഗ്രീവൻ ചിന്തിച്ചു. കാട്ടാനകൾ കൂട്ടം ചേർന്ന് പോയി കുലുക്കിയാൽ പോലും അനങ്ങാത്ത വൻ ചൂതവൃക്ഷം ഒരു വിരൽ കൊണ്ട് ഹനുമാൻ സ്വാമി ഇളക്കിയിട്ട് മൊത്തം പഴങ്ങളും താഴെ ഇട്ടിരിക്കുന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് നമ്മുടെ സുഗ്രീവൻ. അപ്പൊ ഹനുമാൻ സ്വാമി ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നല്ല മധുരമുള്ള മാമ്പഴങ്ങളാണ്, ആവശ്യം പോലെ ഭുജിച്ച് വിശപ്പ് മാറ്റൂ. അങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിന്ന നമ്മുടെ സുഗ്രീവനെ അത്ഭുതമൊക്കെ മാറ്റിവെച്ച് കഴിക്കാൻ ഹനുമാൻ സ്വാമി ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചു. പെട്ടെന്ന് അത്ഭുതത്തിൽ നിന്ന് ഉണർന്ന നമ്മുടെ സുഗ്രീവൻ എന്ത് ചെയ്തു? ആ മാമ്പഴങ്ങളെല്ലാം വേഗം വേഗം പെറുക്കിയെടുത്ത് തിന്നാൻ തുടങ്ങി. ആഹാ, എന്തൊരു മധുരം! അങ്ങനെ സൂര്യപുത്രൻ ആവശ്യത്തോളം അതങ്ങ് ആസ്വദിച്ച് കഴിക്കുകയാണ്. പഴങ്ങളൊക്കെ കഴിച്ച് സുഗ്രീവനും വീരഹനുമാനും പല നേരം പല കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ സംസാരിച്ചു. രാത്രി ഒരുപാട് വൈകിയാണ് രണ്ടുപേരും കിടന്നുറങ്ങിയത്. അങ്ങനെ നമ്മുടെ സൂര്യൻ ഇങ്ങനെ വരികയാണ് വീണ്ടും, അതായത് രാവിലെ ആവാൻ തുടങ്ങി. രാത്രി ഒത്തിരി നേരം കഴിഞ്ഞ് ഉറങ്ങി, നേരം വെളുത്തോണ്ട് വരിക. പക്ഷെ സുഗ്രീവൻ അറിയുന്നില്ല. ഹനുമാൻ സ്വാമി നേരെ സുഗ്രീവനെ വിളിച്ചുണർത്തി. പ്രാതകർമ്മങ്ങളെല്ലാം ചെയ്യണ്ടേ, എഴുന്നേൽക്കൂ എന്നും പറഞ്ഞ് ചുമലിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും കിഷ്കിന്ധ്യയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതിവേഗം പറക്കാണ്. ആ സമയത്താണ് നമ്മുടെ നേരം നന്നായി വെളുത്ത് സൂര്യദേവൻ ഇങ്ങനെ എന്താണ് പുതിയൊരു ദിവസം ആരംഭിച്ചത്. ഓക്കെ, മതിയോ? ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മുടെ വീര ഹനുമാൻ സ്വാമി കിഷ്കിന്ധ്യയിൽ എത്തുകയാണ്. സുഗ്രീവനും ഹനുമാൻ സ്വാമിയുമായിട്ടുള്ള വലിയൊരു ബന്ധം അവിടെ തുടങ്ങി. ആ ബന്ധമാണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത്. രണ്ടുപേരും കിഷ്കിന്ധ്യയിൽ എത്തുകയാണ്. ഇന്ന് എല്ലാവരും ഹാപ്പിയാണല്ലോ. നാളെ അന്നദാനം. ഓക്കെ, ഹനുമാൻ സ്വാമിയുടെ അടുത്ത കഥയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അദ്ദേഹം കിഷ്കിന്ധ്യയിൽ എത്തുകയാണ്. സുഗ്രീവന് സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കും. ആ കഥയെല്ലാം കേൾക്കാം. സന്തോഷമായിട്ട് ഹനുമാൻ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തിൻ്റെ തൃപാദങ്ങളിൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം സമർപ്പിച്ച് കിടന്നുറങ്ങുക. മാക്സിമം എല്ലാവർക്കും കഥ എത്തിച്ചു കൊടുക്കുക. ശ്രീരാമസ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ അടുത്തറിയാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ രാമായണ മാസം. രാമായണ മാസത്തിൽ പൊതുവേ രാമായണമാണ് എടുക്കുക. പക്ഷേ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഹനുമാൻ സ്വാമിയുടെ ഹനുമച്ചരിതം എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഹനുമച്ചരിതം ആരും എടുക്കുന്നില്ല എന്നല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് വ്യത്യസ്ത തലങ്ങൾ തേടിപ്പോയത്. അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട്, നമുക്ക് ഗുരുപരമ്പരയുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹനുമച്ചരിതം നന്നായി പറയാൻ സാധിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല, പോരായ്മകൾ കാണുമായിരിക്കും, ക്ഷമിക്കണം. നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാൽ കഴിയുന്ന വിധം ഞാൻ എടുത്തു തരുന്നു. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 41. അപ്പം അതിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കഴിയുന്നതും ചെറിയ ചെറിയ ഓഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. മഞ്ജരീസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവരും ആ നമ്പറിലേക്ക് മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാം. നമുക്കങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിൽക്കുന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല. യൂട്യൂബിലൂടെയാണോ ഫേസ്ബുക്കിലൂടെയാണോ ക്ലാസ് കാണുന്നത് എന്ന് മാത്രം ഒന്ന് ഇൻഫോം ചെയ്യുക. അത് എന്തിനാണെന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങളെ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിങ്ക് വരും.
പിന്നെ നമ്മൾ ആ ഗ്രൂപ്പിൽ ഏകാദശി, പിന്നെ അതുപോലെ കുറച്ച് രാവിലത്തെ ഒരു മോർണിംഗ് കോട്ട്സ്, പിന്നെ പാരണ സമയം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അതിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത് തരും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, ഒരുപാട് ജ്ഞാനമഞ്ജരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാനൊരു ചെറിയൊരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജ്ഞാനമഞ്ജരിയുടെ ഒരു വ്യത്യസ്തത നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ വരാൻ പോവുകയാണ്. ഇതുവരെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, മാതാജി അതിൻ്റെ എഴുത്തുകൾ വളരെ ചെറുതാണ്, അപ്പോൾ അത് വായിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പോകുന്നു, അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാവുന്നു എന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനമഞ്ജരിയിലൂടെ നിങ്ങൾക്ക് ഇനി മുതൽ ഓഡിയോ രൂപത്തിലായിരിക്കും വിവരണം ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് സ്വസ്ഥമായിരുന്ന് കേൾക്കാൻ പറ്റും. ഓക്കെ, ജ്ഞാനമഞ്ജരി അപ്പം പുതിയതായിട്ട് ഓഡിയോ രൂപത്തിൽ വരും. ഓക്കെ, ഹാപ്പി. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവന പരേഷൻ കി ജയ്. ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. ജയ് സീതാറാം. സ്പെഷ്യൽ മന്ത്രമാണ് കേട്ടോ. ജയ് സീതാറാം. എല്ലാവരും ജപിക്കും.